വിശ്വപ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാപരിഷത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു സമയം വേദിയിലും സദസ്സിലുമായി വന്നു ചേർന്നിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളായ ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. സനാതന ധർമ്മവും മന്നത്ത് പത്മനാഭനും എന്നതാണ് നിശ്ചയിക്കപ്പെട്ട വിഷയം. സനാതനധർമ്മം എന്നുള്ള വാക്കും മന്നത്ത് പത്മനാഭൻ എന്നുള്ള ധീമാനെയും കുറിച്ച് കേരള ജനത നല്ലപോലെ മനസ്സിലാക്കിയ രണ്ട് നാമങ്ങളാണ്. വിശേഷിച്ച് മന്നത്ത് പത്മനാഭനെ പരിചയപ്പെടുത്തേണ്ട കാര്യവുമില്ല. പക്ഷേ ഇന്നത്തെ വർത്തമാന അന്തരീക്ഷത്തിൽ ഈ ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി, നിലനിൽപ്പിനു വേണ്ടി മന്നത്താചാര്യൻ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ എങ്ങനെ വർത്തമാനകാലത്തിൽ മനസ്സിലാക്കണം, എങ്ങനെയാണ് മന്നത്താചാര്യനെ നാം അറിയേണ്ടതും പഠിക്കേണ്ടതും, ഇതാണ് പറയാനുള്ള വിഷയത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. 1 മണിക്കൂറും 15 മിനിറ്റും പറയണം, ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പൊ നിങ്ങൾ സമയം നോക്കി വിഷമിക്കണ്ട, ഫോൺ ചെവിയിൽ വെച്ച് എഴുന്നേറ്റും പോണ്ട, സമയത്തിന് ഞാൻ നിർത്തിക്കൊള്ളാം. സനാതനധർമ്മം പേരുപോലെ തന്നെ നാശരഹിതമായ ജീവിത മൂല്യങ്ങൾ എന്നർത്ഥം. ഈ ലോകത്ത് ഏതൊക്കെ ജീവിത മൂല്യങ്ങൾ നിലനിന്നാലാണോ ഈ ലോകം സുന്ദരമായി സമാധാനത്തോടെ നിലനിൽക്കുക, അത്തരം ജീവിത മൂല്യങ്ങളെ പറയുന്ന പേരാണ് ധർമ്മം എന്നുള്ളത്. ആ ധർമ്മം സനാതനമാണ്, നാശരഹിതമാണ്. ആ ധർമ്മത്തെ നശിപ്പിക്കാൻ ആര് തുനിഞ്ഞിറങ്ങിയാലും ചെറിയ ചെറിയ വിജയത്തിൻ്റെ ലാഞ്ചനകളൊക്കെ അവർക്ക് ലഭ്യമാണെങ്കിലും ഒരിക്കലും ഈ ധർമ്മത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഭാരത രാഷ്ട്രത്തിൻ്റെ ആത്മാവ്, ചൈതന്യം, സ്വത്വഭാവം എന്ന നിലയിലാണ് സനാതനധർമ്മത്തെ നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന മഹാപുരുഷന്മാരെല്ലാം, പണ്ഡിതന്മാരും ദാർശനികന്മാരും തുടങ്ങി കവികളും കലാകാരന്മാരും തുടങ്ങി സർവരും ഒരുപോലെ അംഗീകരിച്ച സത്യമാണ്, സനാതനധർമ്മമാണ് ഈ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ആത്മാവ്. മഹർഷി അരവിന്ദനാകട്ടെ, ആനി ബസന്റ് ആകട്ടെ, വയലാറാകട്ടെ, പി ഭാസ്കരനാകട്ടെ, മഹർഷി അരവിന്ദനോടൊപ്പം പ്രവർത്തിച്ച ധീമാന്മാർ, ധീരന്മാർ നിരവധി പേരാകട്ടെ, ആരൊക്കെ നമ്മൾ എടുത്തു നോക്കിയാലും അവരെല്ലാം ഈ നാടിൻ്റെ അസ്മിത, അസ്തിത്വം ഈ സനാതനധർമ്മമാണ്, ഹിന്ദു ധർമ്മമാണ് എന്ന് പറഞ്ഞവരാണ്. ഈ ധർമ്മം ത്രികാലങ്ങളിലും മറ്റൊന്നിനാലും ബാധിക്കാത്ത തരത്തിൽ നിലനിന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായൊരു കാരണം, ഈ ധർമ്മത്തിന് എവിടെയെങ്കിലും ഒരു ഗ്ലാനി സംഭവിച്ചാൽ, ഒരു താഴ്ച സംഭവിച്ചാൽ, നമ്മളൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിത മൂല്യങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ശോഷണം സംഭവിച്ചാൽ ഉടനെ തന്നെ ആ പ്രശ്നത്തെ പരിഹരിച്ച് അതിനെ ശരിയായ വിധത്തിൽ നിലനിർത്തുവാനുള്ള മഹാവിഭൂതികൾ ഇവിടെ ജനിക്കും. ആ വിഭൂതികൾ സന്യാസിമാരാകാം, ഋഷിമാരാകാം, കലാകാരന്മാരാകാം,
വിപ്ലവകാരികളാകാം, സർവ്വസാധാരണക്കാരനായ വ്യക്തിത്വമാകാം. ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ ആ അവതാരമുണ്ടാകും. ഈ ഒരു ചിരന്തന സത്യമാണ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിൽ 7, 8, 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. എന്തിനാണ് ഈ മഹത്തുക്കളൊക്കെ ജനിക്കുന്നത്? എന്തിനാണ് മഹാപുരുഷന്മാരുടെ അവതാരമുണ്ടാകുന്നത്? അവരെന്താണ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്? ഭഗവാൻ പറയുകയാണ്, ആദ്യത്തെ 4 വരി 7-ാമത്തെ ശ്ലോകം കൊണ്ട് പറയുകയാണ്, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പറയാനുള്ള കാര്യം സുവ്യക്തമായി പറയുക എന്നത് ശ്രീകൃഷ്ണ മതമാണ്. ഒരു വളച്ചുകെട്ടലുമില്ലാതെ ഭഗവാൻ പറഞ്ഞു, ധർമ്മം നശിക്കുകയും അധർമ്മം മേലോട്ട് ഉയരുകയും ചെയ്യുന്ന സമയത്ത് ആ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ, ധർമ്മത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി എല്ലാ യുഗങ്ങളിലും ഞാൻ അവതരിക്കും. അവതരിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? എന്തിനാണ് അവതരിക്കുന്നത്? അത് അടുത്ത ശ്ലോകം കൊണ്ട് പറഞ്ഞു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എന്താണ് ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ പോകുന്നത് ദുഷ്ടശക്തികളായി ആരൊക്കെയാണോ ഈ ധർമ്മത്തെ നശിപ്പിക്കുവാൻ പോകുന്നത്, അത്തരക്കാരെ ഉന്മൂലനം ചെയ്തും സാധുജനങ്ങളെ, സജ്ജനങ്ങളെ സംരക്ഷിച്ചും വേണ്ടാത്തതിനെ വേരോടുകൂടി പറിച്ചു മാറ്റിയും വേണ്ടതിന് മണ്ണും വെള്ളവും വളവും കൊടുത്ത് അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോ കാലത്തും ഇവിടെ ജനിക്കും. ഭഗവാന് ചെയ്യാനുള്ള 2 പ്രവൃത്തിയാണ്. ഒരു തോട്ടക്കാരൻ എങ്ങനെയാണോ തൻ്റെ പൂന്തോട്ടം സംരക്ഷിക്കുന്നത്, ആ തോട്ടക്കാരന് ചെയ്യാൻ 2 പ്രവൃത്തിയേയുള്ളൂ. ഒന്ന്, ആ മനോഹരമായ പൂന്തോട്ടത്തിലെ ഓരോ ചെടികൾക്കും അവയുടെ ജന്മസാഫല്യം എന്താണോ ആ സാഫല്യത്തിന് സഹായിക്കുക. എന്തൊക്കെ വേണം? മണ്ണ് വേണം, വെള്ളം വേണം, വളം വേണം. പ്രാഥമികമായതെല്ലാം കൊടുത്ത് ആ ചെടികളെ ജീവിത ലക്ഷ്യം നേടുവാനായി സഹായിക്കുക, അതിനുള്ള അന്തരീക്ഷമൊരുക്കുക. പോരാ, ആ ചെടി തൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടും. ചിലപ്പോൾ പുഴുക്കുത്തേറ്റ് നശിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ ചെടിയുടെ വളർച്ചയെ കാര്യമായി ബാധിക്കുന്ന ചില കളകളൊക്കെ അതിൻ്റെ ഇടയിൽ വളർന്നു വരും. അപ്പോൾ ആ പുഴുക്കുത്തുകൾ ഏറ്റ് നശിക്കാതിരിക്കാനും അതിൻ്റെ ഇടയിലുള്ള ആ കളകളിലെ ദുഷ്ടശക്തികൾ, ആ ദുഷ്ടശക്തികളെ വേരോടെ പിഴുതു കളയാനും ഭഗവാൻ അവതരിക്കുന്നത് പോലെ തോട്ടക്കാരനും 2 പ്രവൃത്തി തന്നെ. ആ പ്രവൃത്തി സംരക്ഷിക്കുക, വേണ്ടാത്തതിനെ പറിച്ചു മാറ്റുക, വേണ്ടതിനെ നിലനിർത്തുക. സത്യത്തിൽ ഇതല്ലേ ഒരച്ഛനും അമ്മയ്ക്കും ചെയ്യാനുള്ളൂ. കുഞ്ഞുങ്ങളെ അവരുടെ ജീവിത ലക്ഷ്യം നേടുവാൻ വേണ്ടി അവർക്ക് എന്തൊക്കെയാണോ പ്രാഥമികമായി ആവശ്യമുള്ളത് അതെല്ലാം കൊടുക്കുക. പോരാ, ഈ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരെ പലതും പ്രലോഭിപ്പിക്കും. ആകർഷകമായ പലതിൻ്റെ പിന്നാലെയും അവർ സ്വാഭാവികമായും അതിൻ്റെ പിന്നാലെ അവർ പോകും. കണ്ണഞ്ചിപ്പിക്കുന്ന, സന്തോഷം തരുന്ന, ഇന്ദ്രിയങ്ങൾക്ക് സുഖം തരുന്ന സർവ്വതും കൺമുമ്പിലൂടെ ഒരു മായാപ്രപഞ്ചം കാണിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി കുഞ്ഞുങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കി ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പുഴുക്കുത്തേറ്റ് ഒരു പൂമൊട്ട് നശിക്കാതിരിക്കാൻ ആ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന മാറാവ്യാധികളെ കണ്ടെത്തും. എന്നിട്ടോ വേരോടുകൂടി പിഴുതുകളയും. എന്തൊക്കെയായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയിൽ അവനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഈ കളകൾ? അത് കണ്ടെത്തി പിഴുതു കളയുക എന്നതാണ്
ഒരു പാരന്റിന്റെ, ഒരച്ഛന്റെ, അമ്മയുടെ ധർമ്മം, ഭഗവാന്റെ ധർമ്മം, ഒരു തോട്ടക്കാരന്റെ ധർമ്മം, പാരന്റിന്റെ ധർമ്മം. എന്താ ധർമ്മം? എന്താണോ ജീവിത ലക്ഷ്യത്തിന്, സാധാരണ ജീവിതത്തെ നിലനിർത്തുവാനുള്ള ധർമ്മവ്യവസ്ഥയ്ക്ക് ആവശ്യം, അത് ചെയ്യുക. ഇത് തന്നെയാണ് സനാതന ധർമ്മത്തെ സംബന്ധിച്ചും ഇത് തന്നെയാണ് അവതാര വരിഷ്ഠന്മാർ ചെയ്യുന്നതും. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ, വ്യത്യസ്ത രീതികളിലൂടെ, വ്യത്യസ്തമായ ജീവിത പദ്ധതികളിലൂടെ സനാതനമായ ആശയത്തെ അവർ നിലനിർത്തും. അതിന് വൈവിധ്യമുണ്ടായിരിക്കും, ഏകീകൃത സ്വഭാവം ഉണ്ടാവില്ല. ചിലതെനിക്കിഷ്ടപ്പെടും, ചിലതെനിക്കിഷ്ടപ്പെടില്ല. ചിലത് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നതായിരിക്കും, ചിലതെൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്നതല്ല. പക്ഷേ ഉദ്ദേശശുദ്ധി വ്യക്തമാണ്, ധർമ്മ സംസ്ഥാപനമാണ്. ഇതാണ് ശ്രീരാമചന്ദ്രൻ ചെയ്തത്. രാമന് ചെയ്യാൻ ആകെയുണ്ടായിരുന്നത് ശ്രീലങ്ക എന്ന് പറയുന്ന അന്നത്തെ ആ ലങ്കാനഗരിയെ, ആ ലങ്കാനഗരിയിൽ നിന്ന് വളർന്നു വന്ന ആ കീടത്തെ വേരോടുകൂടി പിഴുതു മാറ്റുക. എന്താ അദ്ദേഹം ചെയ്തത്? സനാതനമായ മൂല്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. രാവണൻ ചെയ്ത പ്രവൃത്തി ഒന്നേ ഒന്ന് മാത്രമാണ്. സനാതനമായ മൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നോ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ലങ്കയിൽ നിന്ന് അതിർത്തി കടന്ന് ഈ ഭാരതഖണ്ഡത്തിൽ വന്ന് ഭാരത രാഷ്ട്രത്തെ നിലനിർത്തിയിരുന്ന വിജ്ഞാന സ്രോതസ്സുകളായ ഋഷിമാരെ കൊന്നൊടുക്കാൻ ശ്രമിച്ചു. കാവി വസ്ത്രധാരികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. മന്ത്രദൃഷ്ടാക്കളായ ഋഷിവര്യന്മാരെ കൊന്നൊടുക്കി. വനത്തിന്റെ ഹരിതാഭത്തെ നശിപ്പിച്ചു. സത്യം, ധർമ്മം, സ്വാധ്യായം തുടങ്ങിയ ജീവിത മൂല്യങ്ങളെ നശിപ്പിച്ചു. ഇവിടെയുണ്ടായിരുന്ന വിജ്ഞാന സ്രോതസ്സുകളെ കെടുത്തിക്കളഞ്ഞു. പ്രത്യേകിച്ചും ലോകത്തിലാദ്യമായി കാവി വസ്ത്രം വ്യഭിചരിച്ചതാണ് രാവണൻ. സന്യാസവേഷത്തിൽ സീതയെ കട്ടുകൊണ്ടുവരാൻ വേണ്ടി അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല വസ്ത്രമായ കാവിയെ വ്യഭിചരിച്ച ആ സനാതന മൂല്യത്തെ നശിപ്പിച്ച രാവണൻ എന്ന് പറയുന്ന ആ ദുഷ്ടനെ ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ കർമ്മമാണ് രാമനുണ്ടായിരുന്നുള്ളൂ. പോരാ, ദുഷ്ടനെ ഇല്ലാതാക്കിയാൽ മാത്രം പോരാ, അതേസമയം ശിഷ്ടരെ, സാധുക്കളെ, സജ്ജനങ്ങളെ, ഇവിടത്തെ മന്ത്രദൃഷ്ടാക്കളെ, വിജ്ഞാന സ്രോതസ്സുകളെ, കാടിന്റെ ഹരിതാഭത്തെ സർവ്വതിനെയും നിലനിർത്തണം. നിലനിർത്തുക, വേണ്ടാത്തതിനെ ഉന്മൂലനം ചെയ്യുക. ഇതേ രാമനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാമന് കുറച്ചും കൂടി സുഖമായിരുന്നു. രാമന്റെ കാലത്ത് അധർമ്മം ഒരിടത്ത് മാത്രം, അതിനെ ഒന്ന് ശരിയാക്കിയാൽ മതിയായിരുന്നു. സംരക്ഷിക്കാൻ കാവിവസ്ത്രധാരികൾ മാത്രം. യാഗം, യജ്ഞം, സ്വാധ്യായം ഇതൊക്കെ ചെയ്യുന്നവരെ സംരക്ഷിക്കുക. പക്ഷെ ഇതായിരുന്നില്ല പിന്നീട് വന്ന കൃഷ്ണന്റെ ധർമ്മം. ശ്രീകൃഷ്ണനെ ചെയ്യാൻ ഒന്നിലധികം മേഖലകളിൽ സംഘടിച്ചു നിന്ന ചില മുന്നണികൾ പോലെ ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കുവാൻ പ്രത്യേക മുന്നണി ഉണ്ടാക്കി പ്രവർത്തിച്ചവരായിരുന്നു അക്കാലത്ത് നിരവധി രാജ്യങ്ങളിൽ, നിരവധി പ്രദേശങ്ങളിൽ. ഒരു വശത്ത് യാദവന്മാരുടെ പാരമ്പര്യമായ രാജഭരണം നടത്തി സ്വേച്ഛാധിപതിയായിട്ടുള്ള സ്വന്തം അച്ഛനെ പിടിച്ച് കാരാഗൃഹത്തിലടച്ച മധുരാധിപതിയായ കംസൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പ്രാഗ്ജ്യോതിഷം എന്ന് പറയുന്ന രാജ്യത്തിലെ നരകാസുരൻ, മറുഭാഗത്ത് കുലീനകളായ സ്ത്രീകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയ സ്ത്രീലമ്പടൻ മറ്റൊരു ഭാഗത്ത്. അതിൻ്റെ മറുഭാഗത്ത് മഗധാധിപതിയായ ജരാസന്ധൻ നരബലി കൊടുക്കാൻ ക്ഷാത്രവീര്യമുള്ളവനെ മുഴുവൻ കട്ടുകൊണ്ടുപോയി നരബലി കൊടുക്കാൻ തീരുമാനിച്ചവൻ മറ്റൊരു ഭാഗത്ത്. ഛേദി രാജ്യത്തിലെ രാജാവായ ശിശുപാലൻ മറ്റൊരു ഭാഗത്ത്. ധാർത്തരാഷ്ട്രന്റെ ദുർബുദ്ധികൾ നൂറ്റവർ, അവരുടെ പിന്നിലൂടെ പ്രവർത്തിച്ച നിരവധി പേർ. എത്ര ഇടങ്ങളിലുണ്ടായിരുന്ന ഈ അധർമ്മകാരികളെ തിരഞ്ഞുപിടിച്ച് ശ്രീകൃഷ്ണൻ ഇല്ലാതാക്കി. പോരാ, സജ്ജനങ്ങളെ നിലനിർത്തി. നമുക്ക് മനസ്സിലാകും, ഈ ധർമ്മം എന്നത് ശാശ്വത മൂല്യമാണ്. അതിവിടത്തെ
ജീവിത മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ പൂർവികന്മാരെല്ലാം നമ്മോട് പറഞ്ഞത്, പറയാൻ ആഗ്രഹിച്ചത്. ഈ മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിച്ചാൽ ആ സമയത്ത് ഒരു വിഭൂതി, ഒരു മഹത്വ, ഒരു പണ്ഡിതൻ, ദാർശനികൻ, കവി, കലാകാരൻ, വീരാംഗനകള്, ധീരാംഗനകള്, വീരഭാരതത്തിന്റെ ആ പ്രസവിനിയുടെ ധീര വ്യക്തിത്വങ്ങൾ നിരവധി പേർ. അത്തരത്തിൽ ഈ കേരളത്തിന്റെ ഒരു പ്രത്യേക കാലം, ആ കാലത്ത് കേരളത്തെ ബാധിച്ച മാറാരോഗം, ഹിന്ദു ധർമ്മം, ഹിന്ദു സമാജം അകാല ചരമമടയാൻ പോയൊരു കാലം. പ്രത്യേകിച്ചും ആ സമാജത്തിന്റെ ഉള്ളിലെ പ്രബല സമുദായമായ നായർ സമുദായം അകാല ചരമമടയാൻ പോയൊരു കാലം. ആ കാലത്ത് ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ജനിച്ച ഒരു കർമ്മയോഗി ധീരൻ, ആ ധീരനാണ് മന്നത്തു പത്മനാഭൻ. ചെയ്യാനുണ്ടായിരുന്നത് എന്താ? വേണ്ടാത്തതിനെ വേരോടുകൂടി പിഴുതുമാറ്റുക, വേണ്ടതിനെ സംഘടിപ്പിക്കുക. അത്രയേ ചെയ്യാനുണ്ടായിരുന്നു. ആ ചെയ്യാനുണ്ടായത് കുശാഗ്രബുദ്ധിയോടെ, ജന്മസിദ്ധമായ സാമർഥ്യത്തോടെ, ഏതിനെയും നേരിട്ട് പോയി വിജയിക്കാനുള്ള ആ ആക്രാമിക സ്വഭാവത്തോടെ, ആത്മവിശ്വാസത്തിന്റെ അങ്ങേയറ്റം നിന്ന് ഏതൊന്നും മനസ്സിൽ ചിത്രമായി ഉണ്ടായോ ആ ചിത്രത്തെ നേടിയെടുക്കുന്ന ആ മഹാനുഭാവൻ, അതാണ് ഭാരത കേസരി മന്നത്തു പത്മനാഭൻ. വിശേഷങ്ങൾ പറഞ്ഞാൽ തീരാത്തത്രയും വിശേഷണങ്ങളുടെ ഒരു നിറകുടമാണ് മന്നത്തു പത്മനാഭൻ. സർവകാര്യങ്ങളിലും പ്രഥമനാണ്, പ്രഥമഗണനീയനാണ്, ഒന്നാം സ്ഥാനക്കാരനാണ് മന്നം. കേരളത്തിലെ ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളെ, കേരളത്തിലെ ഓരോ കർമ്മയോഗികളെ, കേരളത്തിലെ വിവിധങ്ങളായ ബഹുമുഖങ്ങളായ പ്രവൃത്തി ചെയ്ത ഓരോരുത്തരെയും നമ്മളൊന്ന് എടുത്തു പരിശോധിക്കും. വ്യത്യസ്ത രസങ്ങളോടുകൂടി, വ്യത്യസ്തങ്ങളായ പദങ്ങളോടുകൂടിയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് മഹാപുരുഷന്മാരെ തുലനം ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യാനും പാടില്ല. ചെയ്താൽ അത് കൃതജ്ഞതയാണ്, നന്ദികേടാണ്. ഇദ്ദേഹം മുന്നിൽ, ഇദ്ദേഹം പിന്നിൽ എന്നൊന്നും പറയാൻ പാടില്ല. ഓരോരുത്തരും മുന്നിൽ തന്നെ. എന്നാലും ഏറ്റവും അധികം പ്രഥമഗണനീയനായി, ഒന്നാം സ്ഥാനക്കാരനായി നമുക്ക് മന്നത്തു പത്മനാഭനെ മനസ്സിലാക്കാം. ഏതുപോലെ? 110 വർഷം പിന്നിട്ട ഒരു സംഘടനയുടെ സ്ഥാപകൻ എന്ന നിലയിൽ മന്നത്തു പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. കുറിക്കുകൊള്ളുന്ന വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ കാർന്നെടുക്കാൻ പറ്റുന്ന ഉജ്ജ്വലനായൊരു വാഗ്മി. ഈ നിലയിൽ നോക്കിയാലും മന്നത്തു പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. അകാല ചരമമടയാൻ പോയ നായർ സമൂഹത്തെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിന് ഇന്നീ കാണുന്ന ഒരു മഹാവൃക്ഷമായി നിലനിർത്തുവാൻ വേണ്ടി അനവരതം സഞ്ചരിച്ച ഒരു സഞ്ചാരി എന്ന നിലയിൽ നോക്കിയാലും മന്നത്തു പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. സ്വന്തം ഭാഷയായ മലയാള ഭാഷയെ, ആ ചതുരക്ഷരീ മന്ത്രത്തെ, മലയാണ്മയെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി സംസാരിക്കുക, യൂറോപ്പ് ആദ്യമായി മലയാളത്തിന്റെ മാധുര്യം നുകരുക, 51 അക്ഷരങ്ങൾ കൊണ്ട് കാവ്യ കൈരളിക്ക് മാല ചാർത്തിയ തുഞ്ചന്റെ നാമത്തെ യൂറോപ്പിന്റെ മണ്ണിൽ പോയി പറഞ്ഞ ഉജ്ജ്വലനായ ഒരു ഭാഷാസ്നേഹി എന്ന നിലയിൽ നോക്കിയാൽ മന്നത്തു പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. സ്വന്തം സമുദായ പുരോഗതിക്ക് ഒപ്പം തന്നെ സമ്പൂർണ്ണ ഹിന്ദു സമാജത്തെയും സംഘടിപ്പിക്കുവാനും ഒന്നാക്കി നിലനിർത്തുവാനും വേണ്ടി അനവരതം സഞ്ചരിച്ച ഒരു സനാതന ഹിന്ദു എന്ന നിലയിൽ നോക്കിയാലും മന്നത്തു പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. അത്യുജ്വലനായ ഒരു ദേശഭക്തൻ എന്ന നിലയിൽ നോക്കിയാലും മന്നത്തു പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. കഴിവുറ്റ ഒരു കലാകാരൻ എന്ന നിലയിൽ നോക്കിയാലും ഗണനീയനാണ്. ഉജ്ജ്വലനായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നോക്കൂ, അവിടെയും മന്നത്തു പത്മനാഭൻ പ്രഥമ ഗണനീയനാണ്. ഒരു നല്ല സാഹിത്യകാരൻ, പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ വാക്കിൽ പറഞ്ഞാൽ, പദങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സുകളെ പന്താടുന്ന ഒരു കരവിരുതാണ് സാഹിത്യമെങ്കിൽ മന്നം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലനായ സാഹിത്യകാരനാണ്. നമ്മൾ ഇങ്ങനെ
ഏത് നിലയിൽ വേണമെങ്കിലും നോക്കിക്കൊള്ളൂ. എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനമുള്ള, എല്ലാ കാര്യത്തിലും പ്രഥമഗണനീയനായ മന്നത്ത് പത്മനാഭൻ. സാധാരണ ഏത് മഹാപുരുഷന്റെ ജീവിതവും നമ്മൾ പഠിച്ചാൽ കുട്ടിക്കാലം കുറച്ച് കഷ്ടം, ദാരിദ്ര്യം, അച്ഛനില്ല, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമില്ല, പഠിക്കാനുള്ള ഭാഗ്യമില്ല, ഇതെല്ലാം മന്നത്തിനും ചേരും. കുട്ടിക്കാലം വളരെ ദാരിദ്ര്യം. അച്ഛനായ പരമേശ്വരൻ നമ്പൂതിരി അമ്മയെ ഉപേക്ഷിച്ച് സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചു പോയപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ആ നടുതളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് പോയതോടുകൂടി കഠിനമായ ദാരിദ്ര്യം ഏറ്റുവാങ്ങിയ ബാല്യം. പക്ഷേ ഏത് ദാരിദ്ര്യത്തിൻ്റെ ഇടയിലും സമ്പന്നമായൊരു കുട്ടിത്തം, ഒരു ശൈശവപ്രായം കിട്ടുക എന്നതാണ് കുട്ടികളുടെ മഹാഭാഗ്യം. എത്രയുണ്ട് എന്നതല്ല, എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് മന്നത്തിൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം. മന്നത്തിൻ്റെ അമ്മൂമ്മയാണ്, അമ്മയാണ്. തറവാട്ടിൽ ആദ്യമായി ജനിച്ച ആ ആൺകുഞ്ഞിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ സംരക്ഷിച്ചു. ഒരു പരമ്പരാഗത ഹിന്ദു തറവാട്ടിൽ ജനിക്കുക. എന്താ ഈ പരമ്പരാഗത ഹിന്ദു തറവാടിൻ്റെ സങ്കല്പം? എന്താ? സൂര്യനോട് ഒപ്പം ഉണരുക, സൂര്യൻ വരുന്നതിന് മുൻപേ ഉണരുക. ഇതാണ് പരമ്പരാഗത ഹിന്ദു തറവാടിൻ്റെ ലക്ഷണം. പ്രകൃതിയെ കോവിലായി കണ്ട് പ്രകൃതിയിലെ സർവ്വതിലും ദേവത്വം ദർശിക്കുക, ഇതാണ് സനാതനമായ പാരമ്പര്യമുള്ള ഒരു ഹിന്ദു തറവാടിൻ്റെ ലക്ഷണം. മാത്രമല്ല, സൂര്യനോടൊപ്പം ഉണർന്ന് ദേഹശുദ്ധി വരുത്തി സന്ധ്യാനാമ സങ്കീർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് പരമ്പരാഗതമായ ഒരു ഹിന്ദു ഗൃഹത്തിൻ്റെ സങ്കല്പം. അമ്മ രാവിലെ കുളിപ്പിച്ച് അമ്മ തൊടുവിപ്പിക്കുന്ന ഭസ്മക്കുറിയുമായി. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഭസ്മം ധരിക്കാൻ ഭാഗ്യമില്ല. അമ്മ കൊടുത്ത ഈ ഭസ്മക്കുറി, അമ്മ കൊടുത്ത കഞ്ഞിയും കുടിച്ച് കൊച്ചു പപ്പു വിദ്യാലയത്തിൽ പോയിരുന്ന കുട്ടിക്കാലത്തെ നല്ലപോലെ നാം മനസ്സിലാക്കുമ്പോഴാണ് ഈ മഹാപുരുഷന്മാരുടെ ജന്മങ്ങൾക്ക് കാരണം പിന്നിലുള്ള അദൃശ്യകരം അമ്മ എന്ന രണ്ടക്ഷരമാണ്. വേണമെങ്കിൽ ഈ അമ്മയ്ക്ക് അച്ഛൻ ഉപേക്ഷിച്ചു പോയ കഥകളൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞിനോട് പലതും പറയാം, അച്ഛനെ കുറ്റം പറയാം, ഇല്ലായ്മകൾ പർവ്വതീകരിച്ചു പറയാം. പക്ഷേ അമ്മയായ പാർവതി ഉള്ളത് എങ്ങനെ ഏറ്റവും ഭംഗിയാക്കാം, തൻ്റെ കുഞ്ഞിൻ്റെ ഭാവനാലോകത്തിൽ എങ്ങനെ ഭഗവാനെ ഇരുത്താം. അതുകൊണ്ട് നാമസങ്കീർത്തനങ്ങളും ധ്യാനവും ജപവും പൂജയും ക്ഷേത്ര ദർശനവും ഒക്കെ ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. സ്വാഭാവികമായും അമ്മ വിചാരിച്ചതിലും നല്ല മിടുക്കൻ. ദാരിദ്ര്യമുണ്ട്, പഠിക്കാനുള്ള വിഷമം. അതുകൊണ്ട് 15ാമത്തെ വയസ്സിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം പഠനം മുടങ്ങി. 2 പ്രാവശ്യം. പക്ഷെ പഠിക്കാൻ മിടുക്കൻ. പഠനം മുടങ്ങിയെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള പണം സമാഹരിക്കാൻ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മാല കെട്ടിക്കൊടുക്കുക, ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പൂജാ സാമഗ്രികൾ കണ്ടെത്തി കൊടുക്കുക. അതോടൊപ്പം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന മാസികകളും വാരികകളും പുസ്തകങ്ങളും എല്ലാം ചിതലരിക്കുന്നത് പോലെ വായിക്കുക, പഠിക്കുക. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ച് പറയാം. പക്ഷേ അതിനെ ഒരു അവസരമാക്കിയെടുത്ത് അസാധ്യമാണ് എന്ന് പറയുന്നതിലൊരു സാധ്യത കണ്ടെത്താൻ പറ്റുന്ന ആ ധീരൻ തൻ്റെ ആ കാലം കൊണ്ട് ഒരു മന്നത്തെ കരുപിടിപ്പിക്കുകയായിരുന്നു. ഈ പപ്പുവിൽ നിന്ന് മന്നത്ത് പത്മനാഭനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ പരമ്പരാഗത ഹിന്ദു വീടുകളിൽ ഉണ്ടായിരുന്ന എന്തൊക്കെ മൂല്യങ്ങളായിരുന്നോ ആ മൂല്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടിക്കാലത്തുള്ള അതേ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നേ? അതിന് കാരണം പരമ്പരാഗത മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ നമ്മളുടെ തറവാടുകൾ എന്ന് പറയുന്ന വീടുകൾ പോലും അന്യമാണ്.
നമുക്ക് പുനഃസ്ഥാപിപ്പിക്കാൻ പറ്റിയാൽ പാർവതിമാർ പുനർജനിക്കും, മന്നത്ത് പത്മനാഭന്മാരും പുനർജനിക്കും. അത് പുനർജനിക്കണമെങ്കിൽ ഈ കഴിഞ്ഞുപോയ ജീവിത മൂല്യങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരമ്മയും അച്ഛനും വേണം. അത് സംഭവിച്ചതുകൊണ്ട് ഈ കുഞ്ഞ് തൻ്റെ ഭാവിക്ക് എന്തൊക്കെ വേണോ അതെല്ലാം സ്വരൂപിച്ചു. വീണ്ടും പഠിക്കാൻ പോയി, അധ്യാപക വൃത്തിക്ക് വേണ്ടിയിട്ടുള്ള യോഗ്യത നേടി. അധ്യാപകനിൽ നിന്ന് അത് ഉപേക്ഷിച്ച് നിയമബിരുദം പഠിച്ച് വക്കീലായി. നല്ല വക്കീൽ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മിടുക്കൻ. തൻ്റെ കുശാഗ്രമായ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് അറിയപ്പെടുന്ന വക്കീൽ. അധ്യാപകനായി ജോലി ചെയ്ത കാലത്ത് ഉണ്ടായിരുന്ന വരുമാനത്തിനേക്കാളും ഏറെ സമ്പാദിക്കാൻ പറ്റി. ഇതൊക്കെ ചെയ്യുമ്പോഴും, ആളുകൾ തന്നെ അംഗീകരിക്കുമ്പോഴും, തനിക്കിരിക്കാൻ ഒരു കസേര കിട്ടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുണ്ട്. ഈ ചെയ്യുന്ന പ്രസിദ്ധിയും ഈ കിട്ടുന്ന പണവും പ്രതാപവും എല്ലാം ഇതൊന്നുമല്ല എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് ഉള്ളിലിരുന്ന് ഒരാൾ പറയണം. ഇതൊന്നുമല്ല എനിക്ക് സന്തോഷം. പിന്നെന്താണ്? ഇതാണ് മന്നത്താചാര്യനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നാൽ അതാണ് ജീവിതം, അല്ലെങ്കിൽ ആ ദുര്യോഗത്തെ പറ്റി ചിന്തിച്ച് 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 ജീവിതം നമ്മളങ്ങ് തീർത്ത് കളയുമ്പോൾ, കിട്ടുന്ന ഒന്നിലുള്ള സന്തോഷത്തിൽ അങ്ങ് അഭിരമിച്ച് ജീവിതത്തെ അങ്ങ് നമ്മൾ നശിപ്പിക്കുമ്പോൾ, ഈ പ്രതാപങ്ങളും പേരും പ്രശസ്തിയും ഇതൊക്കെ ലഭിക്കുമ്പോഴും എൻ്റെ ജീവിത ലക്ഷ്യത്തെ കണ്ടെത്താനും അതിനുവേണ്ടി തന്നെ തയ്യാറാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഇവിടെ ഉണ്ട്. ആ പരിശ്രമം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, സമാജ സേവനമാണ്, സാമാജിക പ്രവർത്തനമാണ് എനിക്ക് ചെയ്യാനുള്ള പ്രവൃത്തി. അതാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഈ ജോലിയെല്ലാം ഉപേക്ഷിച്ച് തനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ സമൂഹത്തെ സേവിക്കണം. ഏത് സമൂഹത്തെ? ഹിന്ദു സമൂഹത്തെ. പക്ഷെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിലുള്ള പ്രബല വിഭാഗമായ നായർ സമൂഹം, താൻ ജനിച്ച സമുദായം വല്ലാത്ത കഷ്ടത്തിൽ. അതുകൊണ്ട് തൻ്റെ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പ്രത്യേകിച്ചും ആ സമുദായത്തിൽ ജീവിക്കുന്ന എൻ്റെ അമ്മയെ പോലെയുള്ള സ്ത്രീകൾ, ദുഃഖിതരായ സ്ത്രീകൾ നിരവധി പേർ. ആ സ്ത്രീകളുടെ ഉന്നമനത്തിന് എന്തെങ്കിലും ചെയ്യണം. ഇതായിരുന്നു മന്നം കണ്ടെത്തിയ തൻ്റെ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി മന്നം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. വെറുതെ അങ്ങ് പ്രവർത്തിക്കുകയല്ല. ഏറ്റെടുത്ത കാര്യത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു പഠിച്ചു. ഏത് സമൂഹത്തെയാണ് ഞാൻ സംഘടിപ്പിക്കാൻ പോകുന്നത്? നായർ സമൂഹത്തെയാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് അവസ്ഥ? ഈ അവസ്ഥയ്ക്ക് എന്താണ് ഞാൻ തയ്യാറാക്കേണ്ട തന്ത്രം? എന്താ സ്ട്രാറ്റജി? എന്താ? അത് തയ്യാറാക്കി അദ്ദേഹം അന്നത്തെ നായർ സമൂഹത്തെ നാം നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന്, ഒരു കാലത്ത് പ്രൗഢിയിൽ ജീവിച്ചിരുന്ന സമൂഹം, ഒരു കാലത്ത് പ്രതാപത്തിൽ ജീവിച്ചിരുന്ന സമൂഹം. പക്ഷേ പിന്നീട് സുഖലോലുപതയിലും അലസതയിലും മുഴുകിപ്പോയി. തൊഴുത്തിൽ കുത്ത് ഏതാണ്ട് കലയാക്കി മാറ്റി. അബദ്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആഡംബരങ്ങളിലും കാലത്തിനു നിരക്കാത്ത മരുമക്കത്തായത്തിലും നാലുകെട്ടിലുമൊക്കെ അങ്ങ് അഭിരമിച്ച് ജീവിച്ചതോടുകൂടി ഏതാണ്ട് ആ സമൂഹം നശിക്കാൻ തുടങ്ങിയ കാലം. കൃഷ്ണപക്ഷ ചന്ദ്രിക പോലെ ദിവസങ്ങൾ കഴിയുന്തോറും ക്ഷയിച്ച് വരുന്ന ആ കാലം. ആ കാലത്തുള്ള ഈ സമൂഹത്തെയാണ് ഞാൻ സംഘടിപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പോരാ, പ്രശസ്തമായ തറവാടുകളൊക്കെ ക്ഷയിച്ചുകൊണ്ടിരുന്ന കാലം. പ്രത്യേകിച്ചും ഒരു വശത്ത് സംബന്ധമെന്ന അസംബന്ധം. അന്ന് നായർ സ്ത്രീക്ക് വിവാഹം നേരിട്ടൊരു പുരുഷന് കഴിക്കാൻ സാധ്യമല്ല. നമ്പൂതിരി കുലത്തിൽ നിന്ന് ഒരാൾ വന്ന് താലി കെട്ടണം. താലി കെട്ടി 4 ദിവസം ആ സ്ത്രീയോടൊപ്പം ജീവിക്കണം. അത് കഴിഞ്ഞാൽ നായർ പുരുഷന് ചെന്ന് പുടവ കൊടുക്കാം. താലി കെട്ടാൻ അധികാരമില്ലാത്ത കാലം. സ്ത്രീകളുടെ കാര്യമെന്ന് ആലോചിച്ചു നോക്കണേ. അന്നത്തെ കാലത്തെ നായർ സമൂഹത്തിന്റെ ജീവിതം കണ്ടപ്പോൾ അന്നത്തെ കവികളൊക്കെ കളിയാക്കി പറഞ്ഞ വരിയുണ്ട്: താലി കെട്ടിയ കാന്തൻ 5-ാം ദിനം
കൂലിയും വാങ്ങിക്കൊണ്ട് ഉപേക്ഷിച്ചു പോകവേ ഈ കാന്തൻ നമ്പൂതിരി ഒരു 4-5 ദിവസമൊക്കെ അവിടെ അങ്ങ് താമസിക്കും. അതിനിടയിൽ ഈ പാവം പെൺകുട്ടി ഗർഭവതിയായാൽ നിത്യനരകത്തിലേക്ക് തള്ളിവിട്ട് സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചു പോകുമ്പോൾ പിന്നീടൊരു നായർ വന്ന് പുടവ കൊടുത്ത് സ്വീകരിക്കും. കണ്ണീരിൽ കുതിർന്ന പ്രതീക്ഷകളില്ലാത്ത തൻ്റെ ജീവിതം മുഴുവൻ താഴേക്ക് പതിച്ചുപോയ ഈ സ്ത്രീകളുടെ ജീവിതം തൻ്റെ അമ്മയുടെ ജീവിതത്തിലൂടെ കണ്ടു മനസ്സിലാക്കിയപ്പോൾ ഈ സമൂഹത്തിൽ ഈ അസംബന്ധമുണ്ടല്ലോ, സംബന്ധം എന്ന അസംബന്ധം, അതില്ലായ്മ ചെയ്യണം. മാത്രമല്ല, അന്ന് ഓരോ കരയിലെയും പുരാതന തറവാടുകൾ തമ്മിൽ വഴക്ക്, കേസുകൾ, പിണക്കം. ഈ പിണങ്ങിക്കഴിയുന്നവരെ ഒരുമിപ്പിച്ച് ചേർക്കുന്നതിലും കഷ്ടം അന്ന് നായരെന്ന് പറയുന്നത് ഒന്നല്ല. നായന്മാർക്കിടയിൽ അവാന്തര വിഭാഗങ്ങൾ. 901 ജനസംഖ്യ ഈ കാലേഷുമാരി കണക്കനുസരിച്ച് 100-ലധികം വിഭാഗങ്ങൾ. ഇന്ന് ഗൂഗിൾ നോക്കിയാൽ 64 വിഭാഗങ്ങൾ കാണാം. അന്ന് നായർ ഒന്നല്ല, പല പല വിഭാഗങ്ങൾ, പല പേരുകളിൽ അറിയപ്പെട്ടവർ. അതിൽ ഇല്ലക്കാരും സ്വരൂപക്കാരും ഇടശ്ശേരിക്കാരും കിരിയത്തുകാരും ഇങ്ങനെ വിവിധങ്ങളായ തുറകളിൽ ജീവിച്ചവർ. എന്നാൽ പലതാണെങ്കിലും കുഴപ്പമില്ല, ഒന്നല്ലേ? അല്ല. ഈ നായർ സമൂഹത്തിന്റെ ഇടയിൽ അവാന്തര വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ തൊട്ടുകൂട എന്ന ചിന്ത ഇതിൻ്റെ ഉള്ളിലുണ്ട്. താഴേക്കിടയിൽ ജീവിക്കുന്നവരുണ്ട്, അസ്പൃശ്യത അന്ന് നായർ സമൂഹത്തിന്റെ ഉള്ളിലുള്ള അവാന്തര വിഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല. വിവാഹം, ഈ വിഭാഗങ്ങൾ തമ്മിൽ വിവാഹമില്ല. ഒരു വീട്ടിലൊരു വിരുന്ന് സൽക്കാരമുണ്ടെങ്കിൽ വ്യത്യസ്ത പന്തികൾ വേണം. ഉയർന്നവൻ ഉയർന്ന പന്തിയിൽ, അതിൻ്റെ താഴെ താഴെ. ഈ സമൂഹത്തെയാണ് ഞാൻ സംഘടിപ്പിക്കേണ്ടത്. എന്തൊക്കെ വൈതരണികൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ, തമ്മിൽ വഴക്കുകൂടി കേസ് നടത്തി മിണ്ടാതെ തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്ന് പറഞ്ഞ ഈ അവാന്തര വിഭാഗങ്ങളെ, 100 കണക്കിന് വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് നീയും നായരാടാ എന്ന് പറഞ്ഞ് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുത്തി നായരെന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ഈ ഒരു ഭഗീരഥ പ്രയത്നം നമ്മളൊന്ന് പഠിക്കണേ. എങ്ങനെയാണ് ഈ സമൂഹത്തെ മുഴുവൻ ചേർത്ത് നീയും നായര, നീയും നായർ തന്നെ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയില്ലേ? തമ്മിൽ തല്ലുന്നവരെ സ്നേഹിപ്പിക്കാൻ പഠിപ്പിച്ചില്ലേ? അബദ്ധ ധാരണകളെ മുഴുവൻ തിരുത്തി സുബദ്ധ ധാരണകളാക്കി മാറ്റിയില്ലേ? കേസുകളും വഴക്കുകളും പറഞ്ഞ് തീർത്തില്ലേ? തൊട്ടുകൂടാത്തവനെ ചേർത്തിരുത്തിയില്ലേ? പന്തിഭോജനം ചിന്തിക്കാൻ പറ്റാത്ത കാലത്ത് പന്തിഭോജനം നടത്തി അവർക്കിടയിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മളെല്ലാം സനാതന ഹിന്ദുവാണ് എന്ന് പഠിപ്പിച്ചില്ലേ? വ്യത്യസ്തരാണെങ്കിലും നമുക്കിടയിലുള്ള തനിമ അത് ഒന്നാണ്, നമ്മുടെ അസ്തിത്വം ഒന്നാണ് എന്ന് പഠിപ്പിച്ച് എല്ലാവരെയും ചേർത്ത് ഒരു സമൂഹത്തെ ഉണ്ടാക്കി, നായർ എന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. എന്തൊരു ഭഗീരഥ പ്രയത്നം! നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അന്നത്തെ കാലത്ത് ഇന്ന് ഹിന്ദു സമാജത്തിലെ പ്രബല വിഭാഗമായ നായന്മാർ പേരിന്റെ പിന്നിൽ നായരാണെന്ന് അഭിമാനം കൊണ്ട് നടക്കുമ്പോൾ ആരാ അതിന് കാരണക്കാരൻ? നമുക്കിന്ന് ഞങ്ങളെല്ലാം നായരെന്ന് പറയാനൊരു പ്രബല വിഭാഗം സമുദായം ഇത്രയും ശക്തി ആർജിച്ചുവെങ്കിൽ ആരാ തപസ് ചെയ്തത്? ആരാ അതിൻ്റെ പിന്നിൽ നമുക്ക് ഇന്ന് തല ഉയർത്തി നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം തന്നത്? ആ മഹാനുഭാവനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ആ മുത്തച്ഛനെ കുറിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ടോ? ഹിന്ദു സമാജത്തെ നിലനിർത്തുവാൻ വേണ്ടി അതിലെ പ്രധാന സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ മഹാനുഭാവനെ നമ്മൾ ഓർക്കാറുണ്ടോ? ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് പാണ്ഡവന്മാർ വിജയിച്ചത് എന്നതിനെ കുറിച്ച് അതിൻ്റെ ധ്യാന ശ്ലോകങ്ങളിൽ പറയുന്നൊരു സൂചനയുണ്ട്. 5-ാമത്തെ ധ്യാന ശ്ലോകം പാണ്ഡവന്മാർ നേരിട്ട മഹാവീരന്മാരെ വിവരിക്കുകയാണ്. പാണ്ഡവന്മാർക്ക് ഒരു രണനദി അപ്പുറം കടക്കണം.
നദി അക്കരെ കടക്കുക കടലാണ്. ആ കടൽ അക്കരെ കടക്കുക എന്നത് കഷ്ടമാണ്. കടൽ എന്ന് പറയുന്നത് നിരവധി തിരമാലകളുള്ള, മകര മത്സ്യങ്ങളുള്ള, ചുഴിയുള്ള, വേലിയേറ്റമുള്ള, കരിമ്പാറകളുള്ള, അഗാധവും അപാരവുമായിട്ടുള്ള ആ കടൽ കടക്കണമെങ്കിൽ ഒരു നല്ല നാവികൻ, ഒരു നല്ല കടത്തുകാരൻ കൂടെ വേണം. ആ കടത്തുകാരൻ ആരാ? ആ കടത്തുകാരൻ കൈവർത്തക കേശവ, കേശവനാണ്. കേശിയെ കൊന്ന ആ കേശവനാണ്. എന്തൊക്കെയായിരുന്നു പാണ്ഡവർ നേരിട്ട പ്രശ്നം? ഭീഷ്മ ദ്രോണതട. ഭീഷ്മരെന്നും ദ്രോണരെന്നും പറയുന്ന രണ്ട് കരകൾ. അതിൽ ഒരു കരയെ ഭേദിച്ചാലും മറുകര പറ്റണമെങ്കിൽ, ആ മറുകരയിൽ കാലെടുത്ത് വെക്കണമെങ്കിൽ ഈ മഹാവീരന്മാരെ വിജയിക്കണം. അതുകൊണ്ട് ആ രണ്ട് കരകൾ അങ്ങേയറ്റം കരുത്തന്മാർ. ഭീഷ്മ ദ്രോണതട ജയദ്രഥ ജല. ജയദ്രഥൻ എന്ന് പറയുന്ന ജലം. ഗാന്ധാര നീലോപല. ഗാന്ധാരൻ ശകുനി എന്ന് പറയുന്ന കരിമ്പാറ. അശ്വത്ഥാമ ശല്യർ. ശല്യഗ്രാഹവതി കൃപേണവഹനി. ശല്യർ എന്ന് പറയുന്ന ഒരു മുതല. കൃപരെന്ന് പറയുന്ന ഒഴുക്ക്. കർണേന വേലാകുല. കർണൻ എന്ന് പറയുന്ന ഒരു വേലിയേറ്റം. പിന്നെയോ അശ്വത്ഥാമ വികർണ ഘോരമകര. അശ്വത്ഥാമാവ് വികർണൻ എന്ന ഘോര മകര മത്സ്യം. അത് കഴിഞ്ഞാൽ ദുര്യോധനാവർത്തിനി. ദുര്യോധനൻ എന്ന് പറയുന്ന ചുഴി. ഇതൊക്കെ എങ്ങനെ മറുകര കടന്നു? കൈവർത്തക കേശവ. കടത്തുകാരനായി ശ്രീകൃഷ്ണൻ ഉള്ളതുകൊണ്ട് നൗ ആർക്ക് അധീനത്തിലാണോ അവൻ നാവികൻ. അങ്ങനെയുള്ള നാവികനായി ആർ കൂടെയുണ്ടോ അതുകൊണ്ട് വിജയിച്ചു. നിങ്ങൾ ആ കേശവ എന്ന ഭാഗത്ത് പത്മനാഭ എന്നൊന്ന് എഴുതി ചേർക്കും. നായർ സമൂഹം, ഹിന്ദു സമാജം സുശക്തമായി നിലനിൽക്കുന്നതിന് ആ സമാജത്തിനുള്ളിലുള്ള കുഴപ്പങ്ങളെ മുഴുവൻ കണ്ടെത്തി ഈ സമാജത്തെ മുന്നോട്ട് കൊണ്ടുപോയത് കൈവർത്തക പത്മനാഭ. പത്മനാഭൻ എന്ന് പറയുന്ന കടത്തുകാരനാണ് ഈ സനാതന സംസ്കൃതിക്ക് ബാധിച്ച മാറാരോഗങ്ങളെ മുഴുവൻ കണ്ടെത്തി അതിനെ ഒരു നല്ല ഭിഷഗ്വരനെ പോലെ ചികിത്സിച്ച് പാകമാക്കി ശരിയാക്കി നിർത്തി. അങ്ങനെയാണ് അദ്ദേഹം കരയോഗം എന്ന ഒരു സൂത്രം കണ്ടെത്തിയത്. എന്താ കരയോഗം? ഈ സനാതന സംസ്കൃതിക്ക് എവിടെയൊക്കെയാണോ പുഴുക്കുത്തുകൾ വന്നു ചേർന്നത് ആ പുഴുക്കുത്തുകളെ കണ്ടെത്തി ചികിത്സിക്കുന്ന കേന്ദ്രമാണ് കരയോഗം. കരയോഗത്തിലൂടെ ഒരു അഷ്ടബിന്ദുക്കൾ എഴുതി ഉണ്ടാക്കി. നായർ സമൂഹം സുശക്തമാകുക, നായർ സമൂഹം കരുത്തും ധീരതയുമുള്ളവരാകുക, നായർ സമൂഹം പണിയെടുത്ത് ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ പ്രാപ്തരാകുക, നായർ സമൂഹം അനാചാരങ്ങളെ മാറ്റി ആചാരങ്ങളെ സ്ഥാപിപ്പിക്കുക, എല്ലാവരും തമ്മിലൊരു ബന്ധമുണ്ടാക്കുക. ഇങ്ങനെ തുടങ്ങി 8 കാര്യങ്ങൾ എഴുതിയിട്ട് പറഞ്ഞു ഇതിനാണ് കരയോഗം എന്ന് പറഞ്ഞു. ഈ കരയോഗത്തിന്റെ പ്രവർത്തനം ചെയ്ത് കേരളം മുഴുവൻ അനവരതം സഞ്ചരിച്ച് ഒരു സംഘടനാ സ്വരൂപം ഉണ്ടാക്കി. സംഘടന ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മന്നത്താചാര്യൻ തൻ്റെ മനോഗതി വ്യക്തമാക്കുന്ന ഒരു 3-4 ഉദാഹരണങ്ങൾ കൂടി നാം മനസ്സിലാക്കണം. കരയോഗങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഹിന്ദു സമാജത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സനാതനധർമ്മം വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ പ്രധാന കാരണം അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണം. ഈ സ്ഥാപനത്തെക്കുറിച്ച് തൻ്റെ മനസ്സിലുള്ള മനോഗതിയെക്കുറിച്ച് 1920 മന്നത്ത് പത്മനാഭൻ മലയാള രാജ്യത്തിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും കൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുവാനും നടത്തുവാനും കഴിഞ്ഞാൽ സമുദായങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അസമത്വവാദങ്ങളും തനിയെ നീങ്ങുകയും
നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജാതിക്ക് അതീതമായ ഒരു ഹിന്ദു സമാജത്തെ ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൊല്ലം പട്ടണത്തിൽ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു ഹിന്ദു യൂണിയൻ സ്ഥാപനം ഉണ്ടാക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹവും വിനീതമായ അപേക്ഷയും. എന്താ മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്? ജാതിക്ക് അതീതമായി ഹിന്ദു സമാജം ഭിന്നതകളൊക്കെ മറന്ന് ഒന്നായി തീരണം. ആ ഒന്നായി തീരുന്നതിലൂടെ ഈ സമാജം ശക്തിയാർജിക്കണം. നമുക്കിടയിൽ ഏതെങ്കിലും തരത്തിലൊരു അസമത്വവാദങ്ങളോ തെറ്റായ വിചാരങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുത്ത് സുശക്തമായിട്ടുള്ള ഒരു ഹിന്ദു സമാജത്തിൻ്റെ ഒരു ഹിന്ദു യൂണിയൻ ഉണ്ടാകണം. മന്നത്തിന് മനസ്സിലായി, ഹിന്ദു സമാജത്തെ മുഴുവൻ ഒരുമിപ്പിച്ച് ചേർത്തൊരു സ്ഥാപനം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തൻ്റെ ആ മനോഗതി അദ്ദേഹം മാറ്റിവെച്ചു. എന്നിട്ട് സ്വപരിശ്രമം കൊണ്ട് നായർ വീടുകൾ തോറും കയറി ഇറങ്ങാൻ തുടങ്ങി. ഒരു ഹിന്ദു സ്ഥാപനം ഉണ്ടാക്കുവാൻ വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുവാൻ വേണ്ടി പെരുന്നയിൽ ആദ്യത്തെ പരിശ്രമം തുടങ്ങി. ഹിന്ദുക്കളുടെ വീടുകളിൽ പോയി പിടിയരി വാങ്ങി സ്നേഹനിധികളായ അമ്മമാരുടെ കൈകളിൽ പിടിച്ച് വള പതുക്കെ ഊരിയെടുത്തു. വീടുകളിൽ തെങ്ങ് കയറുമ്പോൾ തേങ്ങയിടുന്ന ഓരോ വീട്ടിലും തേങ്ങയിടുന്ന ഡേറ്റുകൾ മനസ്സിലാക്കി അവിടെ ചെന്ന് അതിൽ നിന്ന് വരുമാനത്തെ സ്വീകരിച്ച് കാൽനടയായി കിലോമീറ്ററുകളോളം നടന്ന് പട്ടിണി കിടന്ന് രാത്രിയെ പകലാക്കിക്കൊണ്ടുള്ള ആ നിരന്തര യാത്ര കൊണ്ട് അദ്ദേഹം സുന്ദരമായ ഒരു സ്ഥാപനം പെരുന്നയിൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോ നായന്മാരുടെ പണം കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തിന് നായർ കോളേജ് എന്നല്ലേ പേരിടേണ്ടത്. പക്ഷേ മന്നം ആ കോളേജിന് പേരിട്ടത് ഹിന്ദു കോളേജ് എന്നാണ്. എന്തുകൊണ്ട്? മന്നം തൻ്റെ മനോവിചാരം ലോകത്തിനോട് പ്രഖ്യാപിക്കുകയാണ്. തൻ്റെ മനോവിചാരവും ഉള്ളിലിരിപ്പും മന്നം ലോകത്തിനോട് പറഞ്ഞു. തൻ്റെ സമുദായത്തിൻ്റെ സംഘടനാ രൂപീകരണം, തൻ്റെ സമുദായത്തെ സംഘടിപ്പിക്കുന്ന അതേ സമയത്ത് ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തിക്കും വികാസത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ചിരന്തന സത്യം മന്നം ലോകത്തിനോട് പറഞ്ഞു. എന്തായിരുന്നു മന്നത്തിൻ്റെ ഉദ്ദേശം? മന്നത്തിൻ്റെ ഉദ്ദേശം, ഇന്ന് ഹിന്ദു സമൂഹത്തിലെ വിവിധ സമുദായ സംഘടനകൾ നിരവധിയുണ്ട്. എല്ലാ സാമുദായിക സംഘടനകളിൽപ്പെട്ടവരും മന്നത്തെ മാതൃകയാക്കേണ്ട നിരവധി മൂല്യങ്ങളുണ്ട്. അത്തരം മൂല്യങ്ങളിൽ ഒന്നാണ്, ഏതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രം തളച്ചിട്ട വ്യക്തിയായിരുന്നില്ല മന്നം. കൂടുതൽ സമയവും തൻ്റെ സമുദായത്തെ പരിഷ്കരിക്കാനും സംഘടിപ്പിക്കാനും പരിപോഷിപ്പിക്കുവാനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അത് സത്യവുമാണ്. പക്ഷെ അതേ സമയം ഹിന്ദു സമൂഹത്തിലെ സഹോദര സംഘടനകളെയും സമുദായങ്ങളെയും സംഘടിപ്പിക്കുവാൻ കൂടി അദ്ദേഹം മറന്നില്ല. അവർക്ക് വേണ്ടി അവരുടെ സഭയിൽ പോയി അവർക്ക് വേണ്ടി സംസാരിക്കും. അപ്പോൾ ഒരാൾ ചോദിച്ചു മന്നത്തിനോട്, എന്തിനാണ് അങ്ങ് ഈ ഹിന്ദു സമൂഹത്തിലെ എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഹിന്ദു സമൂഹത്തിലെ സഹോദര സമുദായങ്ങളോട് അങ്ങ് എന്തിനാണ് ബന്ധം വെക്കുന്നത്? അതിന് മന്നം പറഞ്ഞൊരു ഉത്തരമുണ്ട്. ഈ ഉത്തരം ഹിന്ദു സമൂഹത്തിലെ ഓരോരുത്തരും ഈ സമുദായ സംഘടന പ്രവർത്തനം ചെയ്യുന്ന ഏറ്റവും താഴെ മുതൽ ഉയരത്തിൽ വരെ പ്രവർത്തിക്കുന്നവർ മന്നം പറഞ്ഞ വാക്കിനെ ഒരു മന്ത്രം പോലെ എന്നും ജപിക്കണം. മന്നം പറഞ്ഞു, നായർ സമുദായത്തിൻ്റെ ആരോഗ്യവും ക്ഷേമവും ഹിന്ദു സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഹിന്ദു സമൂഹമാകുന്ന ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ ഒരു ശാഖ മാത്രമാണ് നായർ സമൂഹം. ഹിന്ദു സമൂഹത്തിന് ഒരുമിച്ചല്ലാതെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് മാത്രമായി പുരോഗമിക്കാൻ സാധ്യമല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് മന്നം പറഞ്ഞത്. ഒരു സമുദായത്തിന് മാത്രം എങ്ങനെ പുരോഗമിക്കാൻ പറ്റും? തൻ്റെ ശരീരത്തിലെ ഹിന്ദു സമാജമാകുന്ന ശരീരത്തിലെ ഒരു കൈ മാത്രം വികസിക്കുക, മറ്റൊരു കൈ ശോഷിച്ചിരിക്കുക. ആ അവസ്ഥയുടെ പേരെന്താണ്? ആരോഗ്യം എന്നാണോ അതോ ഏതോ രോഗം എന്നാണോ?
മന്നം തന്റെ സാമുദായിക പ്രവർത്തനം ചെയ്തത് ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കുക. അതിൽ എവിടെയാണോ ആവശ്യം ആ ആവശ്യത്തെ കണ്ടെത്തി പരിഹരിക്കുക. സത്യത്തിൽ ഇന്നത്തെ സാമുദായിക നേതാക്കന്മാർക്ക് വേണ്ട വീക്ഷണം ആരുടേതാണ്? ഇന്ന് വേണ്ടത് സ്വസമുദായ പ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ സഹോദര സമുദായങ്ങളെ കൂടി കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മൾ ഒന്നാണെന്ന ബോധത്തിൽ ജീവിക്കുക എന്നതാണ്. ഞാനൊരു സനാതന ഹിന്ദുവാണ്, ഹിന്ദുത്വമാണ് എൻ്റെ അടിസ്ഥാനം എന്ന് പറയാൻ മടി കാണിക്കാത്ത സാമുദായിക നേതാക്കന്മാരുണ്ടാകുക. ഇതിന് നല്ല ഉദാഹരണം പറഞ്ഞത് വിവേകാനന്ദ സ്വാമികളാണ്. വിവേകാനന്ദ സ്വാമി അമേരിക്കയിലെ ചിക്കാഗോയിലെ മതസമ്മേളനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് കപ്പലിലാണ് യാത്ര. കപ്പലിൽ സ്വാമിജി ഒരു പ്രത്യേക രൂപ വസ്ത്രങ്ങളാണ്, കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് കപ്പലിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന സായിപ്പന്മാർ, അവർ സ്വാമിജിയുടെ ഈ രൂപമൊക്കെ കണ്ടപ്പോൾ കളിയാക്കിക്കൊണ്ടവർ സ്വാമിജിയെ കുറിച്ച് ഓരോന്നും പറയും. തന്നെ കളിയാക്കുന്നവന്റെ മുന്നിലേക്ക് സ്വാമിജി അത് ശ്രദ്ധിച്ചില്ല. അവർ പിന്നീട് ഭാരതത്തെ കളിയാക്കും, ഹിന്ദു സംസ്കാരത്തെ കളിയാക്കും. സ്വാമിജി അവരോട് പറഞ്ഞു, ഒറ്റയ്ക്കാണ് കേട്ടോ, ഒറ്റയ്ക്കാണ്, എന്റെ ഭാരതത്തെ നിങ്ങൾ കളിയാക്കരുത് എന്ന് പറഞ്ഞു. രണ്ടാമതും കളിയാക്കിയപ്പോൾ വീണ്ടും കാർക്കശ്യത്തോടെ പറഞ്ഞു, ഇനി എന്റെ ഭാരതത്തെ, എന്റെ സംസ്കാരത്തെ കളിയാക്കരുത്. വീണ്ടും കളിയാക്കിയപ്പോൾ സ്വാമിജി അതിലെ നേതാവാണെന്ന് തോന്നുന്ന ഒരുത്തന്റെ കോളറിൽ പിടിച്ച് പൊക്കി താഴെ ഒരു കുത്തുകുത്തിയിട്ട് പറഞ്ഞു, ഇനി കളിയാക്കിയാൽ എടുത്തെറിയും ഞാൻ ആ കടൽ തിരമാലകളിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഭയന്നുപോയ ഇവർ മിണ്ടാതിരുന്നു. സ്വാമിജി പിന്നീട് ഈ വിവരം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, നമ്മൾ സന്യാസിമാർ ഇങ്ങനെയൊക്കെ പെരുമാറാമോ? നമ്മൾ സന്യാസിമാർ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഈ സമയത്ത് വിവേകാനന്ദൻ പറഞ്ഞൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് നാം പഠിക്കേണ്ടത്. ഈ ഉത്തരമാണ് സനാതന ഹിന്ദു ഇന്ന് പറയേണ്ടത്. ഈ ഉത്തരമാണ് സർവ സമുദായാംഗങ്ങളും മന്ത്രം പോലെ ഉരുക്കഴിക്കേണ്ടത്. വിവേകാനന്ദൻ പറഞ്ഞു, യെസ്, ഐ ആം എ ഹിന്ദു മോങ്ക്. ഹിന്ദു കംസ് ഫസ്റ്റ്, then I am monk. വിവേകാനന്ദൻ പറഞ്ഞു, അതെ, ഞാനൊരു ഹിന്ദു സന്യാസിയാണ്, ഐ ആം എ ഹിന്ദു മോങ്ക്. ഹിന്ദു കംസ് ഫസ്റ്റ്, ആദ്യം ഞാനൊരു ഹിന്ദുവാണ്, then I am monk, പിന്നെ ഞാനൊരു സന്യാസിയാണ്. ഈ വീക്ഷണം ഇന്നത്തെ ഹിന്ദു സമാജം ഉറക്കെ പറയേണ്ടതല്ലേ? ഹിന്ദു സമാജത്തിലെ പ്രബല സമുദായാംഗങ്ങളും സമുദായ നേതാക്കന്മാരും ഒരുപോലെ പറയേണ്ട ഒരു വാക്കുണ്ട്. നായർ സമൂഹത്തിൽപ്പെട്ട സമുദായാംഗങ്ങളും ഈഴവ സമുദായത്തിൻ്റെയും വിശ്വകർമ്മജരും പറയനും പുലയനും തുടങ്ങി ഏത് വിഭാഗത്തിലുമാകട്ടെ നമ്മൾ ഒരുമിച്ച് പറയണം, യെസ്, ഐ ആം എ ഹിന്ദു നായർ. ഹിന്ദു കംസ് ഫസ്റ്റ്, then I am നായർ. ഹിന്ദു കംസ് ഫസ്റ്റ്, then I am ഈഴവ. ഐ ആം എ ഹിന്ദു ഈഴവ. ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കൂ, ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കൂ. പക്ഷെ രാഷ്ട്രീയക്കാരനായ ഹിന്ദു തല ഉയർത്തി പറയണം, യെസ്, ഐ ആം എ ഹിന്ദു കോൺഗ്രസ്. ഹിന്ദു കംസ് ഫസ്റ്റ്, then I am കോൺഗ്രസ്. യെസ്, ഐ ആം എ ഹിന്ദു കമ്മ്യൂണിസ്റ്റ്. ഹിന്ദു കംസ് ഫസ്റ്റ്, then I am കമ്മ്യൂണിസ്റ്റ്. then I am ജനതാദൾ. then I am BJP. ഹിന്ദു കംസ് ഫസ്റ്റ്. ഇതാണ് ഇന്നത്തെ ഹിന്ദു സമൂഹത്തിന് വിജയിക്കാനുള്ള മൃതസഞ്ജീവനി മന്ത്രം. ഈ മന്ത്രം ഉരുക്കഴിച്ചാൽ സനാതന ഹിന്ദുവാണ്, ഹിന്ദുത്വമാണ്, ഹൈന്ദവീയതയാണ്, ഹിന്ദു ജീവിത പദ്ധതിയാണ് എൻ്റെ ജീവിതാദർശം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഹിന്ദു ഉണ്ടാകുക. അത്തരം ഹിന്ദുക്കളുടെ പ്രബല സമൂഹത്തിന് ഇന്ന് ലോകത്തിൽ ഹിന്ദു ഒരു വെല്ലുവിളിയും നേരിടില്ല. അതുകൊണ്ട് ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കൂ, ഏത് സമുദായത്തിലും പ്രവർത്തിക്കൂ. പക്ഷേ ആ മൃതസഞ്ജീവനി മന്ത്രം, വിവേകാനന്ദൻ പഠിപ്പിച്ച മന്ത്രം നാം മറക്കരുത്. യെസ്, ഐ ആം എ ഹിന്ദു മോങ്ക്. ഹിന്ദു കംസ് ഫസ്റ്റ്, then I am മോങ്ക്. ഇത് പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിത്വമായിരുന്നു സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ. ഇത് പറയാൻ ഒരു മടിയുമില്ല. ഹിന്ദു സമൂഹത്തിലെ സർവ
സഹോദര സമുദായങ്ങളെയും ചേർത്ത് പിടിക്കുമായിരുന്നു മന്നം. അതുകൊണ്ടാണ് എവിടെയാണ് തൻ്റെ സഹോദര സമുദായങ്ങൾക്ക് സഹായം വേണ്ടത് അവിടെ മന്നം ഓടിയെത്തും. നമ്പൂതിരി സമൂഹത്തെ ഉദാഹരണമാക്കിയെടുക്കും. നമ്പൂതിരി സമൂഹത്തെ പരിഷ്കരിക്കാൻ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും വേരറുക്കുവാൻ വേണ്ടി VT ഭട്ടതിരിപ്പാട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അന്നത്തെ കാലത്ത് VTയോടൊപ്പം മന്നം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമ്പൂതിരി സമൂഹത്തിൽ വിധവാ വിവാഹമില്ല. എന്താ വിധവാ വിവാഹം എന്ന് പറയുന്നത്? അന്നത്തെ നമ്പൂതിരി കുലത്തിന്റെ ജീവിതം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അച്ഛനേക്കാൾ പ്രായമുള്ള ധനാഢ്യനായ ഒരു നമ്പൂതിരിയെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ വിവാഹം കഴിക്കും. അത്തരം ധനാഢ്യന്റെ ഭാര്യയായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ട തരുണികളായ താരുണ്യമുള്ള ഈ സ്ത്രീകൾ അധികം കാലം കഴിയുന്നതിന് മുൻപ് ഈ ഭർത്താവ് വാർദ്ധക്യത്തെ പ്രാപിച്ച് മരണത്തെ പ്രാപിക്കും. ഈ സമയത്ത് പാവം പെൺകുട്ടി പിന്നെ ആ നാലുകെട്ടിന്റെ തളം കെട്ടിയ അന്ധകാരത്തിൽ പിന്നെ ജീവിക്കണം. കണ്ണീരും തകർന്നുപോയ സ്വപ്നങ്ങളുമായി, വിടരാതെ കൊഴിഞ്ഞുപോയ പൂമുട്ടുകളായി ആ അന്ധകാരത്തിൽ താരുണ്യത്തിന്റെ ശ്മശാന ഭൂമികയായ ആ തറവാടിന്റെ ഉള്ളിൽ ആരെയും കാണാതെ ജീവിക്കേണ്ട കഷ്ടം പിടിച്ച നാളുകൾ. ഇത് കണ്ടപ്പോ VT ഭട്ടതിരിപ്പാടിന്റെ മനസ്സ് വല്ലാതെ നൊന്തു. അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണം. ആ പരിഹാരം വിധവാ വിവാഹം തന്നെയാണ്. ഈ ദുര്യോഗത്തിൽ നിന്ന് തൻ്റെ സമുദായത്തിലെ സഹോദരിമാരെ സംരക്ഷിക്കുവാൻ വേണ്ടി VT ഭട്ടതിരിപ്പാട് തുനിഞ്ഞിറങ്ങിയപ്പോൾ കരുത്തോടെ കൂടെ നിന്നത് മന്നമായിരുന്നു. പക്ഷേ VT ഒരു പദം മുന്നോട്ട് വെച്ചപ്പോൾ യാഥാസ്ഥിതികന്മാരായ നമ്പൂതിരിമാരിൽപ്പെട്ടവർ മുഴുവൻ പടയെടുത്ത് കലിതുള്ളി VTയുടെ മുന്നിലേക്ക് വന്നപ്പോൾ മന്നം അതിൻ്റെ മുന്നിൽ പാറ പോലെ ഉറച്ചു നിന്നപ്പോൾ മന്നത്തിന്റെ സ്വഭാവവും ധീരതയും കരുത്തുമറിയുന്നവർ ഒന്നും മിണ്ടാതെ അങ്ങ് പിൻവാങ്ങി. ഇതിനെക്കുറിച്ച് VT ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അടുത്തു വന്നു നിന്ന് എൻ്റെ സമുദായത്തെ പരിഷ്കരിക്കുവാനും വിധവാ വിവാഹം നടത്തുവാനും വേണ്ടി മുന്നിൽ നിന്ന് എന്നെ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ആരായിരുന്നു മന്നം? കേവലം ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതേ സമയത്ത് ഹിന്ദു സമാജത്തെ ബലപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ആ മന്നം എല്ലാ സമുദായങ്ങളോടും ബന്ധം വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സർവ സമുദായങ്ങൾക്കും സമ്മതനുമായിരുന്നു മന്നം. എല്ലാവരും മന്നത്തെ താന്താങ്ങളുടെ വേദിയിലേക്ക് ക്ഷണിക്കും. ഏത് കാലം, ആ കാലം മനസ്സിലാക്കൂ. ആ കാലത്ത് മന്നം തങ്ങളുടെ വേദിയിൽ വന്ന് സംസാരിക്കുന്നത് അഭിമാനമാണെന്ന് കരുതിയിരുന്ന യോഗക്ഷേമ സഭ, ആ കാലത്ത് മന്നം ഞങ്ങളുടെ സമുദായത്തിന്റെ സ്റ്റേജിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച വിശ്വകർമ്മ സഭ, ഈഴവ സമൂഹം, ധീവര സഭ, പുലയ മഹാസഭ എല്ലാവരും മന്നത്തെ വിളിച്ചുകൊണ്ടുപോയി സംസാരിപ്പിക്കും. തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്നൊക്കെ നമ്മൾ പറയുന്ന കാലത്ത് മന്നത്തിന് ആരെയും തൊടാനോ ആരുടെ അടുത്ത് പോകാനോ പോയി താമസിക്കുവാനോ വീട്ടിലിരുന്ന് കഞ്ഞി കുടിക്കുവാനോ അവർക്ക് വേണ്ട ആശയങ്ങളെ കുറിച്ച് പറയാനോ മന്നത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഒരിക്കൽ മന്നം മാവേലിക്കരയിൽ SNDPയുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യ പ്രഭാഷണവും കഴിഞ്ഞ് മന്നം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മന്നത്തിനൊരാഗ്രഹം, TK മാധവന്റെ, SNDPയുടെ സമുന്നതനായ നേതാവായ TK മാധവന്റെ അമ്മയെ ആലുംമൂട്ടിൽ വീട്ടിൽ പോയി ഒന്ന് കാണണമെന്ന ആഗ്രഹം. ചെട്ടിക്കുളങ്ങരയോട് ചേർന്നുള്ള അവരുടെ തറവാട്ടിലൊന്ന് പോകണം. മന്നത്ത് പത്മനാഭനവും TK മാധവന്റെ അമ്മയും തമ്മിൽ എന്ത് ബന്ധം എന്ന് മറ്റുള്ളവർക്ക് തോന്നി നെറ്റി ചുളിഞ്ഞപ്പോൾ മന്നം പറഞ്ഞു, എനിക്ക് ആ അമ്മയെ ഒന്ന് കാണണം. അങ്ങനെ മന്നം എല്ലാവരെയും കൂട്ടി TK മാധവന്റെ വീട്ടിൽ ചെന്നു. മന്നത്തിനെ കണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്
ആ സ്നേഹനിധിയായ അമ്മ ഓടി വന്ന് വാത്സല്യത്താൽ മന്നത്തെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, എല്ലാവരും കേൾക്കെ, മന്നത്തിന്റെ ശരീരത്തിൽ തലോടിക്കൊണ്ട് വാത്സല്യനിധിയായ ആ അമ്മ കണ്ണീരിൽ കുതിർന്ന വാക്ക് പറഞ്ഞു, എത്രയോ നാൾ എൻ്റെ മാധവനൊന്നിച്ച് ഈ തറയിലിരുന്ന് ഞാൻ വിളമ്പിത്തന്ന കഞ്ഞി എത്ര കുടിച്ചിട്ടുണ്ട് പത്മനാഭ നീ. മാധവൻ പോയാലും എനിക്ക് പത്മനാഭനുണ്ട്, നീ എനിക്ക് എൻ്റെ മാധവൻ തന്നെയാണെന്ന് പറഞ്ഞ് മന്നത്തിനെ കെട്ടിപ്പിടിച്ച് വിതുമ്പിക്കരഞ്ഞ ആ അമ്മ അത് പറയുമ്പോൾ അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ? ഇരു സമുദായങ്ങളിൽ ജനിച്ച് ഇരു സമുദായങ്ങളുടെ ഉന്നതമായ ചുമതലയിലിരുന്ന് പ്രവർത്തിച്ച് ഹൈന്ദവ സമൂഹത്തിന്റെ ധീരന്മാരായ നേതാക്കളായ ടി കെ മാധവനും മന്നത്ത് പത്മനാഭനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? എങ്ങനെയാണ് ഇവർക്ക് സഹോദരന്മാരെ പോലെ ജീവിക്കാൻ പറ്റിയത്? അന്നത്തെ കാലത്ത് ആ വീട്ടിൽ പോയി കിടന്നുറങ്ങാനും ആ അമ്മ വിളമ്പിക്കൊടുത്ത കഞ്ഞി കുടിക്കുവാനുമുള്ള മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി? ഇന്നത്തെ സമുദായ പ്രവർത്തനം ചെയ്യുന്ന ഓരോ സനാതന ഹിന്ദുവും നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ജാതി പിശാചിനെ എടുത്ത് ആ അഗ്നിയിലേക്കൊന്ന് വലിച്ചെറിയാമോ? ഈ ലോകത്തിൽ വ്യത്യസ്തരാണ്, ജാതി ഉണ്ട്. ജാതിയെ ഇല്ലാതാക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ പ്രപഞ്ചം തന്നെ 5 ജാതി കൊണ്ടുണ്ടായതാണ്. ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി, 5 ജാതി ഒരുമിച്ച് ചേർന്നപ്പോൾ പ്രപഞ്ചം. പ്രകർഷേണ പഞ്ചത്വം യസ്മിൻ വിദ്യതേ ഇതി പ്രപഞ്ചം. ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ കുറെ ജാതി വേണ്ടേ? വെള്ളം എന്ന ജാതി വേണം, തേയില എന്ന ജാതി വേണം, പാല് എന്ന ജാതി വേണം. ജാതി എങ്ങനെയാണ് ഇല്ലാതാക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഴപ്പഴം പറയൂ. വാഴയിൽ എത്ര ജാതിയാ? ചിലർക്ക് നേന്ത്രപ്പഴമേ ഇഷ്ടം, ചിലർക്ക് പാളംകുടം വേണം, ചിലർക്ക് കദളിയാണ് ഇഷ്ടം, ചിലർക്ക് മറ്റൊരു പഴം. എങ്ങനെയാണ് ജാതിയെ ഇല്ലാതാക്കാൻ സാധിക്കുക? വാഴയിൽ തന്നെ എത്ര ജാതികളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പപ്പായ, കറുമൂസ്, ഓമക്ക എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്ന് എടുക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തേങ്ങ എടുക്കൂ. എത്ര തരമാണ് തെങ്ങിൽ ജാതിയുള്ളത്? ഇഷ്ടപ്പെട്ട ഒരു മാങ്ങ എടുക്കൂ, എത്ര ജാതിയാണ്? ഇഷ്ടപ്പെട്ട ഒരു പ്ലാവ് എടുക്കൂ, ചക്കയെടുക്കൂ, എത്ര ജാതിയാണ്? ജാതി ഈ പ്രകൃതിയുടെ സൃഷ്ടിയാണ്. ജാതിയെ ഇല്ലാതാക്കുക എന്നതല്ല, ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതാക്കുക എന്നതാണ് ഈ ഹിന്ദു സമാജത്തിന്റെ ഇടയിൽ വ്യത്യസ്ത ജാതികളും വ്യത്യസ്ത ആചാരങ്ങളും വ്യത്യസ്തങ്ങളായ ജീവിത പദ്ധതികളും വ്യത്യസ്തങ്ങളായ ദേവതാസങ്കല്പങ്ങളും ഈ വൈവിധ്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ തമ്മിൽ ഉച്ചനീചത്വമില്ല, നമ്മൾ തമ്മിൽ ഭേദഭാവങ്ങളില്ല, നമ്മൾ തമ്മിൽ വ്യത്യസ്ത കൽപ്പനകളില്ല. നമ്മൾ ഒന്നാണ്, ഏകരസമാണ്. ഈ സമാജത്തിന്റെ രസം ഒന്നാണ്. കാണുമ്പോൾ വൈവിധ്യമുണ്ട്, വ്യത്യസ്തതയുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സത്ത് ഈ സാമാജിക സമരസതയാണ്. നമ്മുടെ തനിമ, സങ്കല്പം, സ്വാദൊന്നാണ്, പക്ഷേ വ്യത്യസ്തമാണ്. ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വ ഭേദഭാവ കൽപ്പനകളാണ് നമ്മൾ പറയുന്ന ജാതിരഹിത സമൂഹം. ഇതറിയാവുന്നത് കൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ ടി കെ മാധവനും തമ്മിൽ ഒരുമിച്ച് ചേർന്ന സഹോദരന്മാരെ പോലെ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് മന്നം പറഞ്ഞത്, ഞാനും ടി കെ മാധവനും രാമലക്ഷ്മണന്മാരെ പോലെയാണ് പ്രവർത്തിച്ചത്. ഇന്ന് ആവശ്യം അത് തന്നെയല്ലേ? പ്രബല സമുദായത്തിൽപ്പെട്ട ഹിന്ദു സമാജത്തിലെ മുഴുവൻ സമുദായ നേതാക്കന്മാരും ദാശരഥിമാരെ പോലെ പ്രവർത്തിക്കണം. നമ്മളെല്ലാം ഹിന്ദു സമാജമാണ് എന്ന ആ തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഏകരസം,
സമാജം ഒന്ന്, നമ്മൾ ഒന്ന്, ഈ ഭാവത്തെ ഉണ്ടാക്കാനാണ് മന്നം തന്റെ ജീവിതം മുഴുവൻ പിന്നീട് മാറ്റിവെച്ചത്. തൊട്ടുകൂട എന്ന് പറയുന്ന സമൂഹത്തെ തന്റെ വീട്ടിലേക്ക്, തൊട്ടുകൂട എന്ന് പറയുന്ന പുലയനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അമ്മ വിളമ്പിക്കൊടുത്ത കഞ്ഞിയും കുടിപ്പിച്ച്, കുടിച്ച പാത്രം അമ്മയെ കൊണ്ട് കഴുകിപ്പിച്ച്, അല്ല, സ്വമനസാലെ അമ്മ ആ പാത്രം കഴുകിയ ആ പ്രവൃത്തി കണ്ടപ്പോൾ അന്നത്തെ കാലത്ത് സമൂഹമാകെ അത്ഭുതപ്പെട്ടതാണ്. ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് മന്നത്ത് പത്മനാഭൻ പറഞ്ഞാലാണ് നമുക്ക് ഒരു അത്ഭുതം തോന്നാതിരിക്കുക. എന്നാൽ മന്നം ചെയ്ത ഈ അത്ഭുത കൃത്യത്തെക്കുറിച്ച്, പുലയനെ മുറ്റത്ത് പോലും കയറ്റാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത ആ കാലത്ത് അഴകനെ തന്റെ വീട്ടിലിരുത്തി ഭക്ഷണം കൊടുത്ത ഈ പ്രവൃത്തി കണ്ട് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, CPIയുടെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ, അദ്ദേഹം ജനയുഗം വാരികയിൽ ഇങ്ങനെ എഴുതി. അച്യുതമേനോൻ പറഞ്ഞു, കേരളം ദർശിച്ചിട്ടുള്ള വിപ്ലവകാരികളിൽ അഗ്രിമനാണ് മന്നത്ത് പത്മനാഭൻ. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ്, അച്യുതമേനോൻ ഇത് പറയുമ്പോൾ 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഴകനെ വീട്ടിലിരുത്തി കഞ്ഞി കൊടുത്ത ആ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ഹരിജനെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി അരികത്തിരുത്തി ആഹാരം കൊടുക്കുക പോരാ, അയാൾ കഴിച്ച പാത്രം സ്വന്തം മാതാവ് തന്നെ എടുത്ത് വൃത്തിയാക്കുക. അക്കാലത്തെ ഏറ്റവും വിപ്ലവകരമായ ഒരു പ്രവൃത്തിയായി മാത്രമേ അതിനെ കാണാൻ പറ്റൂ. ഇനി അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും ചെയ്യാനറയ്ക്കുന്ന കാര്യമാണോ അന്ന് മന്നത്ത് പത്മനാഭൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ, സി അച്യുതമേനോനെ അത്ഭുതപ്പെടുത്തിയ മന്നത്തിന്റെ ഈ പ്രവൃത്തി ജാതി രഹിതമല്ല, ഉച്ചനീചത്വ ഭാവനകളില്ലാത്ത, നമ്മളെല്ലാം ഒന്നെന്നുള്ള ഒരു മാനസിക ഭാവത്തെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ആ സനാതന ഹിന്ദു തന്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. ഒരു പുലയനെ വീട്ടിലിരുത്തി ഭക്ഷണം കൊടുത്തു എന്നത് മാത്രമല്ല, കല്ലുമാല വലിച്ചെറിഞ്ഞ് മാറുമറയ്ക്കുവാൻ വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലം പട്ടണത്തിന്റെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഒരു വലിയ സമ്മേളനം നടന്നപ്പോ മന്നം NSSന്റെ സമ്മേളനത്തിൽ വെച്ച് സർവരോടും പറഞ്ഞു, ആ ഒരു കാര്യത്തിൽ ഈ സമുദായത്തിന്റെ, നായർ സമുദായത്തിന്റെ മുഴുവൻ സഹായവും ആ കാര്യത്തിൽ വേണം. അതുകൊണ്ട് 1915 ഒക്ടോബർ മാസം 15-ാം തീയതി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന മേൽവസ്ത്രം ധരിക്കുക എന്ന ചടങ്ങിലെ മുഖ്യാതിഥി ആരായിരുന്നു? അന്നത്തെ NSSന്റെ പ്രസിഡന്റായിരുന്ന ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയായിരുന്നു. ഈ പരമേശ്വരൻ പിള്ളയാണ് തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് മുണ്ടെടുത്ത് ഈ മാറുമറയ്ക്കുവാൻ അന്നത്തെ ഹരിജനങ്ങൾക്ക് അന്നത്തെ ആ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ചെയ്തത്. എന്തായിരുന്നു മന്നത്തിന്റെ മനോഗതി? ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ? ഈ ഒരു ഭാവം ഉള്ളിലുള്ളത് കൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷവും കോട്ടയം കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ പുലയന്മാരെ കയറ്റാതിരുന്നപ്പോൾ ആരാ തടയുന്നത് എന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് TV തേവന്റെ കയ്യും പിടിച്ച, പുലയന്റെ കയ്യും പിടിച്ച ക്ഷേത്രാങ്കണത്തിലേക്ക് പോകുന്ന മന്നത്തിന്റെ ചിത്രമൊന്നും മനസ്സിൽ വെച്ചൊന്ന് കണ്ടു നോക്കൂ. ഏകരസമുള്ള സമൂഹത്തിൽ എവിടെയാണ് ഭിന്നത? ഭിന്നത നമ്മുടെ മനസ്സിൽ മാത്രമാണ്. മനസ്സിൽ നിന്ന് ഈ ഉച്ച നീചത്വ ഭാവനകൾ മാറി ഏകരസമുള്ള ഹിന്ദു സമൂഹം ഉണ്ടാകണം. ഇതായിരുന്നു മന്നം തന്റെ പ്രവൃത്തി കൊണ്ട് മുഴുവൻ കാണിച്ചു തന്നത്. വൈക്കം സത്യാഗ്രഹം അതിൻ്റെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന മാതൃകയാണ്. വൈക്കം സത്യാഗ്രഹത്തെ സാധിക്കുമെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ എല്ലാവരും ചേർന്ന് ഒന്ന് വായിക്കണം. അച്ഛൻ വായിക്കുക, ഭാര്യയും മക്കളും കേട്ടിരിക്കുക. എല്ലാ സമുദായങ്ങളുടെയും ഒരുമിച്ച് കൂടലിൽ വൈക്കം സത്യാഗ്രഹ ചരിത്രം പഠിക്കണം.
എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം? വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന്റെ പുറത്തുകൂടി നായയ്ക്ക് പോകാം, ഉറുമ്പിന് പോകാം. പക്ഷേ താഴേക്കിടയിൽ എന്ന് പറയുന്ന ഐത്തജാതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സമൂഹത്തിന് നടക്കാൻ അവകാശമില്ല. ചിന്തിക്കൂ, വൈക്കം ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറണമെന്നല്ല, മതിൽക്കെട്ടിന്റെ പുറത്തുകൂടെ പട്ടിക്കും പൂച്ചയ്ക്കും പന്നിക്കും ഉറുമ്പിനും എട്ടുകാലിക്കും പോകാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആ വഴിയിലൂടെ ഹിന്ദു സഹോദരന്മാർക്ക് നടക്കാൻ പറ്റില്ല എന്ന് കേട്ടപ്പോൾ ഹിന്ദു സമാജത്തിന്റെ ഉള്ളിലുള്ള ആ ശക്തി സടകുടഞ്ഞെഴുന്നേറ്റ് മുഴുവൻ ഹിന്ദു സമൂഹവും ഒന്നായി ചേർന്ന് നടത്തിയ ഐതിഹാസിക സമരമാണ് വൈക്കം സത്യാഗ്രഹം. അവിടെ നായരുണ്ട്, ഈഴവനുണ്ട്, പുലയനുണ്ട്, പറയനുണ്ട്. സർവ ഹിന്ദുവിൻ്റെയും പ്രചണ്ഡമായ സംഘടിത ശക്തി അത് നമ്മൾ ദർശിച്ചിട്ടുള്ള ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഗമമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അതിനുവേണ്ടി മന്നത്ത് പത്മനാഭൻ മുൻകൈയെടുത്ത് നടത്തിയ സവർണ ജാഥ. എന്തിനാ നായന്മാരൊക്കെ ഒരുമിച്ച് ചേർന്ന് സവർണ ജാഥ നടത്തിയത്? തൻ്റെ സഹോദരന്മാരായ സമൂഹത്തിന്റെ താഴേക്കിടയിലെന്ന് മുദ്രകുത്തിയ തൻ്റെ സഹോദരന്മാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്ന ഉദ്ദേശത്തോടു കൂടി വൈക്കത്ത് നിന്ന് കാൽനടയായി തിരുവനന്തപുരം വരെ പോയി മഹാറാണിയുടെ മുന്നിൽ ഈ കാര്യത്തെ അവതരിപ്പിക്കുക. നിങ്ങൾ ഉന്നതരെന്ന് പറയുന്ന ഈ സവർണ വിഭാഗം സമ്മതിക്കുന്നില്ല എന്നല്ലേ നിങ്ങൾക്ക് കിട്ടിയ അറിവ്? അതല്ല സത്യം, ഞങ്ങളിതാ പറയുന്നു എന്ന് പറഞ്ഞ് ത്രിവർണ പതാകയും പിടിച്ച് നഗ്നപാതനായി ഭാരതാംബയുടെ പ്രിയപുത്രൻ മുന്നിൽ നിന്ന് നയിച്ച സവർണ ജാഥയുണ്ട്. ഈ സവർണ ജാഥ ശിവഗിരി വർക്കലയിൽ ചെന്നു. അവിടെ ചെന്ന് നാരായണ ഗുരുദേവനെ കാണാൻ വേണ്ടി ഈ ജാഥാംഗങ്ങൾ ലീഡറായ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ അവിടെ ചെന്നു. ഗുരുദേവനുമായി മുഖാമുഖം സംസാരിച്ചു. ഗുരുദേവൻ പറഞ്ഞു, ഈ ജാഥ നടത്തുന്നതിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ ഒന്നായല്ലോ, നമ്മളൊക്കെ ഒന്നല്ലേ. അതുകൊണ്ട് ഇതിന്റെ ഉദ്ദേശശുദ്ധി ഏതൊരു ലക്ഷ്യത്തിനാണോ ഒരുമിച്ച് കൂടിയത് അത് പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിലും നമ്മളൊക്കെ ഒന്നായല്ലോ എന്ന് സരസമായ ഭാഷയിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞത് സത്യമാവുകയായിരുന്നു. ആരായിരുന്നു ഇതിൻ്റെയൊക്കെ മുന്നിൽ നിന്നത്? മുന്നിൽ നിന്നത് സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആ ഭാരത കേസരിയായിരുന്നു. ഒരു ധീരൻ എങ്ങനെയാകണം എന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന മഹാനുഭാവൻ. മന്നത്തിന്റെ ദേശഭക്തി അതുകൂടി നാം ഒന്ന് അവസാനമായി മനസ്സിലാക്കണം. മന്നത്ത് പത്മനാഭൻ തിരുവനന്തപുരത്ത് ഒരു ആയുർവേദ ചികിത്സ കഴിഞ്ഞ് പെരുന്നയിൽ വന്നു. അന്ന് വന്നപ്പോൾ മന്നത്തിനൊരു വലിയ സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. ആ സ്വീകരണ ചടങ്ങ് പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിച്ചു. അധ്യക്ഷൻ പറഞ്ഞു, സ്വീകരണ ചടങ്ങൊക്കെ കഴിഞ്ഞു, നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അതുവരെ എല്ലാം കേട്ടിരുന്ന മന്നം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്താ ഇത്ര തിടുക്കം പരിപാടി അവസാനിപ്പിക്കാൻ? നിങ്ങൾ ഈ ഭാരത രാഷ്ട്രത്തിലല്ലേ ജീവിക്കുന്നത്? 1962 കാലം. ചൈന ഭാരതത്തെ ആക്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? 1962 ചൈന ഭാരതത്തെ ആക്രമിച്ച ആ യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാം. ഏകപക്ഷീയമായ യുദ്ധം. യുദ്ധത്തിന്റെ സർവ മേഖലയിലും ചൈന പിടിമുറുക്കി. അങ്ങനെ പിടിമുറുക്കിയ ആ യുദ്ധത്തിന്റെ ആ സമയത്താണ് മന്നം പറയുന്നത്, ചൈന ഭാരതത്തെ ആക്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ദേശസ്നേഹികളായ രാജാ കേശവദാസിന്റെയും വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛന്റെയും കണ്ണവത്ത് നമ്പ്യാരുടെയും പിൻതലമുറയിൽപ്പെട്ട നിങ്ങൾക്ക് ഞാനൊന്നും അറിഞ്ഞില്ല ദേവനാരായണ എന്ന നാമവും ജപിച്ച് വീട്ടിൽ പുതച്ചു മൂടിയിരുന്നാൽ മതിയോ? നമ്മുടെ നാടൊരു പ്രശ്നം നേരിടുകയല്ലേ?
നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മളല്ലേ? അതുകൊണ്ട് ഈ സമ്മേളനം ഒരു തീരുമാനമെടുക്കണം. ചുരുങ്ങിയത് 10 ലക്ഷം രൂപ NSS എന്ന് പറയുന്ന സംഘടനയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിലേക്ക് ആ പണം കൈമാറണം. പോരാ, പന്തളത്തെ പോളിടെക്നിക്കും പാലക്കാട് കഞ്ചിക്കോട് ഉള്ള പാലക്കാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജും യുദ്ധ നിർമ്മാണ സാമഗ്രികൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് എഴുതി അയക്കണം. പോരാ, ഇക്കാലം അത്രയും എനിക്ക് ലഭിച്ച സമ്മാനമുണ്ട്. 1867 ഗ്രാം സ്വർണം. എത്ര? 1867 ഗ്രാം സ്വർണം എനിക്ക് സമ്മാനമായി പലയിടങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ 233 പവൻ സ്വർണം. ഇന്നത്തെ വിലയിൽ അതിനെ ഒന്ന് മാറ്റിയാൽ 1.5 കോടി രൂപ എൻ്റെ കയ്യിൽ സ്വർണമായുണ്ട്. ആ സ്വർണം മുഴുവൻ ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കുക. ഇതാരാ പറയുന്നേ? എത്ര ധീര ദേശാഭിമാനികൾ അന്നുണ്ടായിരുന്നു, എത്ര സംഘടനകൾ ഉണ്ടായിരുന്നു, എത്ര ധനാഢ്യന്മാർ ജീവിച്ചിരുന്നു, എത്ര പേർക്ക് ഇതിലും വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. എന്തേ ആരും കൊടുക്കാനറച്ചു നിന്ന സമയത്ത് ചെയ്തവരുണ്ട്. ജീവൻ പണയം വെച്ചും സൈനികരെ സംരക്ഷിച്ച് റിപ്പബ്ലിക് പരേഡിൽ 5000-ലധികം പേർ ഒരുമിച്ച് ചെന്ന് ആ ഒരു പദം മറ്റൊരു പദത്തിന്റെ അപ്പുറം വെച്ച് അണിയണിയായി നടന്നവരുമുണ്ട്. പക്ഷേ എത്ര ദേശാഭിമാനികൾ ഉണ്ടായിരുന്നു മന്നത്തെ പോലെ ചെയ്തവർ. മന്നത്തിന്റെ ദേശഭക്തി നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. തൻ്റെ ജീവിതത്തിലെ സർവസ്വവും തൻ്റെ ഈ സമുദായത്തിന്, ഈ രാഷ്ട്രത്തിന്, സനാതന ധർമ്മത്തിന് സമർപ്പിച്ച മഹാനുഭാവൻ. ആ മഹാനുഭാവന്റെ ജീവിതം പറയാൻ തുടങ്ങിയാൽ നിരവധി ത്രസിപ്പിക്കുന്ന കഥകളുണ്ട്. ആ ചരിതം ശരിയായി പഠിച്ചും പഠിപ്പിച്ചും മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആ മുത്തച്ഛനെ, അപ്പൂപ്പനെ, ആചാര്യനെ, ഈ സമുദായത്തിന്റെ കുലപതിയെ, മാത്രമല്ല ഈ ഹിന്ദു സമാജത്തിന് വേണ്ടി ജീവിച്ച ആ കർമ്മയോഗിയെ നമ്മൾ വീണ്ടും വിധത്തിൽ പഠിക്കേണ്ടതല്ലേ? നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ? ഇത്രയും വലിയ ഒരു മഹാശക്തി സ്വരൂപൻ ജീവിച്ചിരുന്നു എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മളൊന്ന് പറയണ്ടേ? അദ്ദേഹത്തിന് സമൂഹം കൊടുത്ത, വ്യക്തികൾ കൊടുത്ത വിശേഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയണ്ടേ? ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന സി രാജഗോപാലാചാരി മന്നത്ത് പത്മനാഭന്റെ ജീവിതവും പ്രവൃത്തിയും കണ്ട് അദ്ദേഹത്തെ വിളിച്ചത് ശൈലീ വല്ലഭൻ എന്നാണ്. അഭിനവ ദുർഗ ഇതാ വരുന്നു എന്ന് അടൽ ബിഹാരി വാജ്പേയി വിജയിച്ചു വന്ന ഭാരത രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷത്തിരുന്ന് എല്ലാ ബഹുമാനവും കാണിച്ച് സ്വന്തം രാഷ്ട്രത്തിന്റെ വിജയത്തിന്റെ മുഖ്യശില്പിയായ അന്നത്തെ കരുത്തുള്ള പ്രധാനമന്ത്രിയെ അഭിനവ ദുർഗ എന്ന് പറഞ്ഞ ആ ഇന്ദിരാഗാന്ധി മന്നത്ത് പത്മനാഭനെ വിളിച്ചത് കേരളത്തിലെ കാരണവർ എന്നാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വാർദ്ധക്യത്തിലും അജയ്യനായ യോദ്ധാവായിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന് വിളിച്ചതും ഈ മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. ജി ശങ്കരക്കുറുപ്പ് പറയും, കരിങ്കല്ലുകൊണ്ട് കവിത രചിച്ചിട്ടുള്ള മഹാകവിയാണ് മന്നത്ത് പത്മനാഭൻ എന്ന്. പ്രതിഭാധനനായിട്ടുള്ള പുത്തേഴത്ത് രാമൻ മേനോൻ പറയും, മഹാപുരുഷനാണ് മന്നത്ത് പത്മനാഭൻ എന്ന്. ഗുരുജി ഗോൾവൽക്കർ മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറഞ്ഞത് പൂർണ്ണകാമൻ എന്നാണ്. കേരള ജനത മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറഞ്ഞത് ഭാരത കേസരി എന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് മന്നത്ത് പത്മനാഭന്റെ പ്രവൃത്തി കണ്ട് നൽകിയത് പത്മഭൂഷണാണ്. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ സർവ മേഖലയിലും തൻ്റെതായിട്ടുള്ള സംഭാവനകൾ നൽകി ഈ ഹിന്ദു സമാജത്തെ, സനാതന ധർമ്മത്തെ സംഘടിപ്പിച്ച മഹാനുഭാവൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. അസാധ്യമായൊരു കാര്യത്തെ സാധ്യമാക്കി തീർത്ത മഹാവ്യക്തിത്വം. ഒന്നുമില്ലാത്തൊരു നായർ കുടുംബത്തിൽ ജനിക്കുക,
ദാരിദ്ര്യത്തിന്റെ വേദനകൾ പേറി മുന്നോട്ടു പോകുക. ആരും കൈപിടിച്ച് ഉയർത്താനില്ലാഞ്ഞിട്ടും സ്വപ്രയത്നം കൊണ്ട് ആകാശത്തോളം ഉയർന്നു കയറിയ ആ വിശ്വമാനവന്റെ ചരിതം നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്ന് പറയുക. ഒരു പുരുഷായുസ് കിട്ടിയാലും നമുക്ക് സമ്പാദിക്കാൻ പറ്റാത്ത അത്രയും സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾ, ഏക്കർ കണക്കിന് ഭൂമി, ഇതെല്ലാം തൻ്റെ കരുത്തുകൊണ്ട് നേടിയെടുത്ത ആ മഹാനുഭാവനെ കുറിച്ച് നമ്മളൊന്ന് പറയണ്ടേ കുട്ടികളോട്? ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും ആ ത്യാഗമൂർത്തിക്ക് എന്താണ് ബാക്കി ഉണ്ടായിരുന്നത്? ആകെ ഉണ്ടായിരുന്നത് ഒരു കണ്ണടയും ഒരു ഊന്നുവടിയും പാദരക്ഷയും. സാഹിതീദേവി വാഗ്ദേവത കനിഞ്ഞൊഴുകിയ ആ തൂലികയുമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. നിസ്വനായ ആ തപസ്വി, ഈ സനാതന സംസ്കൃതിയുടെ പുനർജീവനത്തിന് വേണ്ടി ജനിച്ച മഹാനുഭാവൻ അങ്ങനെ 93 വർഷം തൻ്റെ ജീവിതത്തെ ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി തപം ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ ത്യാഗമയമായ ജീവിതം കാണിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ആ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹായോഗിയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ മനസ്സാകുന്ന ആ പൂജാമലരുകൊണ്ട് ആ തൃപ്പാദത്തെ തഴുകുവാനും സമർപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുക. നമ്മുടെ കുട്ടികളോട് നമ്മൾ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഈ മഹായോഗിയെ ഒന്ന് പരിചയപ്പെടുത്തുക. ആ കർമ്മയോഗിയെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുക. അഭിമാനത്തോടെ തല ഉയർത്തി താനൊരു സനാതന ഹിന്ദുവാണോ എന്ന് പറഞ്ഞ ആ മഹാനുഭാവനാകട്ടെ നമ്മുടെ പ്രേരണ എന്ന് മാത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും ഈ വൈകിയ വേളയിൽ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഹിന്ദുമത മഹാമണ്ഡലം ജനറൽ കമ്മിറ്റി അംഗം ശ്രീ മോഹൻജി നായർ. അദ്ദേഹത്തെ ആദരപൂർവ്വം